ആദരണീയനായ KGMയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുനിൽ PK, DHSന്റെ ചുമതല വഹിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട മീനാക്ഷി മാഡം, അഡീഷണൽ ഡയറക്ടർ പബ്ലിക് ഹെൽത്ത് റീത്ത മാഡം, അഡീഷണൽ ഡയറക്ടർ ട്രെയിനിങ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ട്രെയിനിങ് ഷിനു സാർ, ഇന്ന് നമ്മൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ജയകൃഷ്ണൻ സാർ, പുരുഷോത്തമൻ സാർ ഉണ്ട് ഇവിടെ, പ്രിയപ്പെട്ട KGMA അംഗങ്ങളെ, ഇന്ന് നമ്മൾ അക്കാഡമിക് സെല്ലിന്റെ സ്നേഹവന്ദനം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിക്കട്ടെ. എപ്പോഴും കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളുമായിട്ടാണ് KGMA അക്കാഡമിക് സെൽ മുന്നോട്ട് വരുന്നത്. ഇന്നലെ കൂടി നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചു, TV-യിലും റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഷിഗലയുടെ ഒരു മരണം കൂടി ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വളരെ കാലിക പ്രാധാന്യമുള്ള ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് സംവദിക്കുന്നതോടൊപ്പം തന്നെ ആ കാര്യങ്ങളുമായിട്ട് കുറച്ചുകൂടെ അവയർനെസ് നമുക്കും വരാനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് KGMയുടെ അക്കാഡമിക് വിംഗ് പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ ഈ സെഷന്റെ കാര്യങ്ങൾ നടപടിക്രമങ്ങളിലേക്ക് നമ്മുടെ സ്റ്റേറ്റ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുനിൽ PK ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ഡോക്ടർ വിൻസൻ. കേൾക്കാം. ബഹുമാനപ്പെട്ട DHS മീനാക്ഷി മാഡം, ADHS-മാരായ ഷീനു സാർ, റീത്ത മാഡം, ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്ന ജയകൃഷ്ണൻ സാർ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പുരുഷോത്തമൻ സാർ, IPP ഡോക്ടർ സുരേഷ് TN, മറ്റ് സ്റ്റേറ്റ് ലീഡേഴ്സ്, ജില്ലാ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യമേ തന്നെ ഡോക്ടർ വിൻസെന്റിന്റെ നേതൃത്വത്തിലുള്ള അക്കാഡമിക് സെല്ലിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം തുടർച്ചയായി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കാലിക പ്രസക്തമായ, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, നമ്മളെ എംപവർ ചെയ്യേണ്ട, അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം പ്രാക്ടീസിനിടയിലും പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തി, ഓരോ എപ്പിഡമിക് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യണം എന്ന് നമ്മളെ കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ച് നമ്മുടെ അവബോധം വർദ്ധിപ്പിക്കുന്ന മികച്ച സെഷനുകളാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സിനെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അതിൽ ഇന്നലെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ നിപ്പ എബോളയായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു, ഞാൻ അതിനേക്കാളും പ്രാധാന്യം ഞാൻ നൽകുന്നു ഇന്നത്തെ ഈ ടോപ്പിക്കിനാണ്. കാരണം ഞാനിപ്പോൾ ഇന്നലെ നാട്ടിൽ പോയിരുന്നു. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലാണ്, കൊടകര അടുത്ത്. അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഷിഗല്ല ഡെത്ത് ഉണ്ടായി. നമുക്ക് തീർച്ചയായും ഒന്നിനെയും കുറച്ച് കാണുകയല്ല, എങ്കിലും ഒരു ഷിഗല്ല ഡെത്ത് നമുക്ക് കുറച്ചുകൂടി നമ്മൾ കൃത്യമായിട്ട് അത് എവിടെയാണ് പെരിഫറൽ ലെവൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്ന ഓരോരുത്തർക്കും നമ്മൾ കൃത്യമായി അത് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ നമുക്കത് ഒരു ഡെത്ത് തീർച്ചയായും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കൃത്യമായിട്ടുള്ള ഒരു ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും കൃത്യമായി നമ്മൾ നൽകി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സെഷൻ വളരെയധികം നമ്മളെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളതാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ മീനാക്ഷി മാഡം എത്തിയിട്ടുണ്ട്. നമുക്കറിയാം DHSന്റെ ചുമതല ഈ അടുത്ത് മാഡത്തിന് വന്നിട്ട് ഒരുപാട് തിരക്കുകൾ, ഔദ്യോഗികമായി ഒരുപാട് തിരക്കുകൾ മാഡത്തിനുണ്ട്. എങ്കിലും മാഡം ഇന്നത് ഇനോഗ്രേറ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ എത്തിച്ചേരാമെന്ന് പറയുകയും കൃത്യസമയത്ത് തന്നെ മാഡം എത്തുകയും ചെയ്തു. മാഡത്തിനുള്ള നന്ദി ആദ്യമേ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഷിനു സാറും റീത്ത മാഡം നമ്മുടെ കൂടെയുണ്ട്. എന്തായാലും അതുപോലെ തന്നെ പുരുഷോത്തമൻ സാറും ഇന്ന് എത്തിയിട്ടുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതിൽ. കാരണം ഞങ്ങളുടെ ടീച്ചറാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു എന്ത് പ്രോഗ്രാമിന് ഏത് സമയത്ത് വിളിച്ചാലും, അതുപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, നമ്മളിന്ന് നമ്മുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന അമൃതകിരണം തുടങ്ങിയ സമയത്ത് നമ്മുടെ എല്ലാത്തിനും നമുക്കൊരു വഴികാട്ടിയായി കൃത്യമായിട്ട് ഗൈഡൻസ് നൽകി അത് തുടങ്ങുന്നതിന് നമ്മുടെ ഒപ്പം നിന്ന, ഒരുപാട് സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതാണ് പുരുഷോത്തമൻ സാറിന്റെ പ്രസൻസ് വളരെയധികം എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ സെഷൻ വളരെയധികം മികച്ച ഒരു സെഷനായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഏറ്റവും ബഹുമാനത്തോടു കൂടി DHS മീനാക്ഷി മാഡത്തിനെ ഇനോഗ്രൽ സ്പീച്ചിന് വേണ്ടി ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ഓൾ. ആദ്യമായിട്ട് ഈ ഒരു മീറ്റിംഗിലേക്ക് എന്നെ വിളിച്ചതിന് ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു. എസ്പെഷ്യലി ഡോക്ടർ സുനിൽ, അതുപോലെ ഡോക്ടർ പ്രവീൺ, ഡോക്ടർ വിൻസൻ, ഡോക്ടർ സുരേഷ്, അതുപോലെ ഇന്നത്തെ സ്പീക്കേഴ്സ് ജയകൃഷ്ണൻ സാറ്, അതുപോലെ പുരുഷോത്തമൻ സാർ, എല്ലാവർക്കും, പിന്നെ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഡോക്ടർ ഷിനു, ഡോക്ടർ റീത്ത, എല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ നമസ്കാരം. അപ്പൊ നമ്മൾ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തതെന്നുള്ളതിൽ അങ്ങേയറ്റം നന്ദി അറിയിക്കുവാണ്. കാരണം
ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും അത് ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ അത് അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഷിഗല്ലയുടെ കാര്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ വയറിളക്ക രോഗങ്ങൾ എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഏകദേശം ഒരു 5 ലക്ഷത്തിൽ പരം കേസസ് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് നമുക്ക് ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വാട്ടർ ബോൺ ഡിസീസ് കൂടുതലും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ എന്താ പറയുന്നത് നോർത്തേൺ മീൻസ് ആ സെൻട്രൽ തൃശ്ശൂർ മുതൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ഈ ഒരു നമ്മൾ ആ ഗ്രാഫ് നോക്കുമ്പോൾ അറിയാം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഈ പറയുന്ന മലപ്പുറം, കോഴിക്കോട്, പാലക്കാടും ടു സം എക്സ്റ്റെന്റ്, പിന്നെ തൃശ്ശൂര് നേരത്തെ ഒന്നും അത്ര ഇല്ല, എന്നാൽ ഇപ്പോഴും അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ആ വാട്ടർ ക്വാളിറ്റിയാണ് ഒരു കോംപ്രമൈസ്ഡ് ആയിട്ട് വരുന്നത് എപ്പോഴും. പിന്നെ നമുക്ക് ഈ ഷിഗല്ലയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഇപ്പൊ 2023 കണക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം 90 കേസും ഒരു ഡെത്തും ആയിരുന്നു 2023 ഷിഗല്ല മൂലം ഉണ്ടായിട്ടുള്ളത്. IDSPയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. 2024 121 കേസും ഒരു ഡെത്തും ഉണ്ടായി. 2025 132 ഷിഗല്ല കേസും ഡെത്ത് 0 ആയിരുന്നു. പക്ഷെ ഇപ്പം 2026 ഇപ്പം ജൂണിൽ ഇതുവരെയും നമുക്ക് ഇന്നത്തെ ഡേറ്റ നോക്കിയാൽ 155 കേസസും 5 ഡെത്തുമാണ്. ഈ 5 ഡെത്ത് എന്ന് പറയുമ്പോൾ 2 മലപ്പുറം, 2 കോഴിക്കോട്, 1 ഡെത്ത് തൃശ്ശൂർ, അങ്ങനെ 5 ഡെത്താണ് നമുക്ക് ഷിഗല്ല മൂലം ഈ വർഷം 2026 ജൂണിൽ ഇന്ന് വരെയുള്ള 16 വരെയുള്ള ഡേറ്റയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം ഷിഗല്ലയുടെ പ്രത്യേകത ഇപ്പൊ സ്പീക്കേഴ്സ് പറയും, എക്സ്പേർട്സ് പറയും. എന്നാലും ഓർമ്മിപ്പിക്കുന്നത് ചെറിയ ഒരു ഡോസ് മതി ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട്. അപ്പം പ്രത്യേകിച്ചും കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത്. 5 വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ 5 വയസ്സിന് അടുപ്പിച്ചുള്ള കുട്ടികളെയാണ് ഇത് കൂടുതലും ബാധിക്കുന്നത്. അപ്പൊ കുട്ടികളെ ബാധിച്ചു കഴിഞ്ഞാൽ ഡെത്ത് ആവാനുള്ള സാധ്യത. ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് ഡെത്തായ കുട്ടി 7 വയസ്സുള്ള കുട്ടിയാണ് കോഴിക്കോട് ഡെത്തായത്. അപ്പം ആ കുട്ടികൾക്കുള്ള ഇപ്പൊ നമുക്കൊരു മിസ്ഹാപ്പ് ഉള്ളത് ഇപ്പൊ ആ റോട്ട വാക്സിൻ ഇപ്പൊ നമുക്ക് അവൈലബിൾ അല്ല. അത് ഞാൻ ഡൽഹിയിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് കോസലിൽ ഇത് ഇതിന്റെ മറ്റേ വാക്സിൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതൊരു 4-5 ദിവസം കൂടെ ആ ഒരു പ്രോസസ്സ് എടുക്കും. അത് കഴിഞ്ഞാൽ അവൈലബിൾ ആവും എന്ന് പറഞ്ഞു. അപ്പൊ ആ റോട്ട വൈറസ് വാക്സിന്റെ ഒരു അൺഅവൈലബിലിറ്റി ഇപ്പൊ നമുക്കുണ്ട്, സ്റ്റോക്ക് ഔട്ടാണ്. അപ്പൊ അത് ശരിക്കും ഈ ഒരു സമയത്ത് നമുക്ക് കുട്ടികൾക്ക് അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഡയറിയൽ ഡിസീസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അഥവാ വന്നാലും അതിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ്, ഡെത്ത് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. അപ്പം ആ ഒരു കാര്യം കൂടെ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തതിലും ഇത്രയും ആൾക്കാർ ഏകദേശം 333 പേരോളം പാർട്ടിസിപ്പൻസ് ഇതിലുണ്ട്. അതിൽ പീഡിയാട്രീഷ്യൻസ്, നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവർക്കും ഇതൊരു ഇവിടെ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിനും കൂടെ പറഞ്ഞു കൊടുക്കണം. ഡോക്ടേഴ്സിന്റെ ഇപ്പൊ നിങ്ങളെ PHCയിൽ പിന്നെ ഉള്ള എല്ലാ സ്റ്റാഫിനും, അതിൽ ഫീൽഡ് സ്റ്റാഫും അവിടുത്തെ ഇൻഡോർ നഴ്സുമാരും ഫാർമസിസ്റ്റും പിന്നെ ലാബ് ടെക്നീഷ്യനും എല്ലാവർക്കും ഈ അവയർനെസ് വേണം. കാരണം എല്ലാവരെയും നമ്മൾ അപ്പൊ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ടീച്ചറും കൂടെയാണ്. അപ്പം നമ്മുടെ കൂടെയുള്ള ടീമിനെ കൂടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം, അവെയർ ആക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇഫക്റ്റീവായിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ശരിക്കും ഇപ്പം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. വെള്ളം എല്ലാം പൊല്യൂട്ടഡ് ആണ്. നമ്മൾ വെൽ വാട്ടർ ആണെങ്കിലും ഏത് വാട്ടർ, ഇപ്പൊ വയനാടത്തെ ഔട്ട്ബ്രേക്കിന്റെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഈവൻ കുഴൽക്കിണറിലെ വെള്ളം പോലും മലിനമാണ്. ഈ കോളയും ഇതാണ്. അപ്പം ഒരു വാട്ടറും സേഫ് അല്ല. അപ്പം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അഭികാമ്യമായത്. അപ്പൊ അത് പിന്നെ കമേഴ്സ്യൽ ഐസ്, മറ്റേ വെളിയിൽ നിന്നൊക്കെ ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിക്കുമ്പോൾ കമേഴ്സ്യൽ ഐസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലൊക്കെ നമുക്ക് PH ആക്ട് പ്രകാരം ഉള്ള നടപടികളൊക്കെ പോവേണ്ടി വരും. അപ്പൊ അതൊക്കെ നമ്മുടെ പബ്ലിക് ഹെൽത്ത് റൂൾസ് ഉണ്ടാക്കാനായിട്ട് ഉള്ള ശ്രമങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ കാര്യങ്ങൾ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഒരു CME സീരീസ് ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഷെയ്നി സാർ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? ഡോക്ടർ വിൻസൻ നമ്മുടെ
അഡീഷണൽ ഡയറക്ടർ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഷിനു സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷിനു സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഫെലിസിറ്റേഷന് വേണ്ടി. ഷിനു സാർ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? ഓ, താങ്ക് യു. പ്രിയപ്പെട്ട ഡോക്ടർ മീനാക്ഷി, ഡോക്ടർ ഈത്ത, ഡോക്ടർ സുനിൽ, ഡോക്ടർ വിൻസെന്റ്, ഡോക്ടർ സുരേഷ്, അക്കാഡമിക്സിൽ നോക്കുന്ന ഡോക്ടർ പ്രവീൺ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ആക്ച്വലി വളരെ സന്തോഷമുണ്ട്. കാര്യം ഈ നമ്മുടെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിയുമ്പോഴേക്കും ഗവൺമെന്റ് സംവിധാനം മാത്രമായിട്ട് നമ്മളൊരു ഗവൺമെന്റ് മാത്രം പ്രശ്നമായിട്ട് പോകുന്നതിലുപരി കേരളത്തിലെ സർക്കാർ മേഖലയിലെ ഡോക്ടർമാരുടെ ഏക സംഘടനയായ KGM ബോർഡ് അക്കാഡമിക്സ് എല്ലാം അതിലൊരു ഗ്രാവിറ്റി കൊടുത്ത് തന്നെ എടുക്കുകയും അതിന്റെ മെമ്പർമാരെ കൊണ്ട് ഈ വൈകുന്നേരത്തെ തന്നെ ഇരുന്നിട്ട് വളരെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു അക്കാഡമിക് സെക്ഷൻ കൈകാര്യം ചെയ്യണം എന്ന് തോന്നിയത് തന്നെ വളരെ കാര്യമുണ്ട്. അതിന് KGM ബോർഡ് ഭാരവാഹികളായതുകൊണ്ട് ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ബഹുമാനപ്പെട്ട ഡോക്ടർ മീനാക്ഷി പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടും കൂടെയാണ്. ഡാറ്റ വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഡോക്ടർ ഈത്ത ബാക്കി 1-2 പോയിന്റുകൾ ഉള്ളതും കൂടെ സൂചിപ്പിക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇതിന് നമ്മുടെ ഒരു ഐ ഓപ്പണർ കൂടെയാണ്. കാര്യം ഞാനും ഒരു പീഡിയാട്രിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. ഒരു വയറിളക്കത്തിന്റെ തന്നെ ഒരു ടൈപ്പായിട്ട് ഷിഗല്ല കാരണം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്നു പല വർഷങ്ങളായിട്ട് നമ്മൾ നിപ്പ ചെയ്യുന്നു. അപ്പൊ നമ്മളെ ഇപ്പൊ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഒരു സൂചകമായിട്ടും കൂടെ നമ്മൾ എടുക്കണം. കാര്യം ഇത്രത്തോളം നമ്മൾ പേഴ്സണലൈസും വന്നു, ഇത്രയും വലിയ ഹെൽത്തിന്റെ കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള കിട്ടുന്ന വെള്ളം ഒന്ന് തിളപ്പിച്ച് കുടിക്കണം എന്നുള്ളൊരു പ്രാഥമികമായ ഒരു ഹൈജീനിക് മെഷർ പോലും നമ്മുടെ ആൾക്കാരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കുന്നത്. അതല്ല, യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് നമ്മൾ എടുത്തു തന്നെ പോകണം. എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാം, ഇടയ്ക്ക് വരാറുണ്ടെങ്കിലും ഇപ്പൊ കഴിഞ്ഞൊരു 2 ദിവസം മുമ്പ് ഞങ്ങളുടെ ഒരു മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടറുടെ മോന്റെ കല്യാണത്തിന് പോരുന്ന സമയത്ത് അവിടെ കണ്ടത് ഈ നമ്മളെല്ലാവരും എന്തോ ഇവിടുന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നു ഈ പറഞ്ഞ സാലഡ്സ് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ. ഈ പറഞ്ഞ എല്ലാവരും വാരി പഠി ഇത് എവിടുന്ന് വരുന്നു എന്ന് വിചാരിക്കുന്നില്ല. നമ്മുടെ ആൾക്കാർ ഒരു ജോലിയും ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഈ ഗസ്റ്റ് വർക്കേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഇവർ എന്ത് ഹൈജീൻ വെച്ചിട്ടാണ് ഇത് അരിയണതെന്നോ എടുക്കുന്നതെന്നോ കഴുകുന്നതെന്നോ ഒന്നും അറിയാതെ വാരി മെഴുകാണ്. എന്ത് വേണമെങ്കിലും കിട്ടാം. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ മാതിരി നിങ്ങൾ നമ്മൾ ചെയ്ത ഈ വെൽക്കം ഡ്രിങ്കിന്റെ കാര്യത്തിലും ജ്യൂസസിന്റെ കാര്യത്തിലും എവിടെ നിന്നൊക്കെ നമ്മൾ ഇതൊക്കെയാണ് ഹെൽത്തി ഡ്രിങ്ക്സ് എന്ന് വിചാരിച്ച് മോസ്റ്റ് അൺഹെൽത്തി സാധനങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾക്കിടെ ആ ഒരു പ്രീച്ചിങ്, നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ താഴേക്കുള്ള ലെവലിൽ പോയില്ലെങ്കിൽ ഷിഗല്ല പോലൊരു സാധനം ഇത്രയും വലിയതായിട്ട് വരേണ്ടതോ ഇത്രയും 5-6 ആൾക്കാരുടെ മരണത്തിന് കാരണമായിട്ട് യാതൊരു കാര്യവും ഇല്ല. നമ്മളെല്ലാവരും അതിലൊരു ഓണർഷിപ്പായിട്ട് എടുക്കുക. നമ്മുടെ ഒരു നിമിത്തം പബ്ലിക് ഹെൽത്ത്, നമ്മൾ ഏത് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാലും ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്നിടത്തോളം നമ്മളെ പബ്ലിക് ഹെൽത്ത് പഠിപ്പിക്കാൻ, പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അതങ്ങനെ തന്നെ ചെയ്യണം. എന്തായാലും ഒരു നല്ലൊരു ഓപ്പണിംഗ് ആവട്ടെ. ഇങ്ങനെ നമുക്ക് നമ്മളിലൂടെ സൊസൈറ്റിക്ക് ഉപയോഗമുള്ള ടോപ്പിക്സുകൾ തിരഞ്ഞെടുത്ത് ഈ വൈകുന്നേരങ്ങളിലും സെറ്റിൽഡ് ആയിട്ടിരിക്കുന്ന ഡോക്ടർമാർക്ക് നല്ലൊരു എന്താ പറയുന്ന ഒരു ഇന്റലക്ച്വൽ നോളജ് കൊടുക്കാൻ തയ്യാറായ എന്റെ ഭാരവാഹികളെ ഒന്നുകൂടെ അഭിനന്ദിക്കുകയും ഇങ്ങനെ ഈ ഒരു സീരീസ് ഓഫ് ടോക്സിന് എല്ലാവിധ ആശംസകളും ചെയ്യും. അത് ഇന്നത്തെ ടോപ്പിക് ഏറ്റവും അധിക പ്രസക്തിയുള്ള തെരഞ്ഞെടുത്ത് തന്നെ പ്രവീണിനെയും KGM ഭാരവാഹികളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷിനു സാർ. അടുത്തായിട്ട് നമ്മുടെ അഡീഷണൽ ഡയറക്ടർ പബ്ലിക് ഹെൽത്ത് റീത്ത മാഡത്തെ സാദരം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. മീനാക്ഷി മാഡം, ഡോക്ടർ ഷിനു, KGM ഭാരവാഹികൾ, പിന്നെ ഇന്നത്തെ സ്പീക്കേഴ്സ്, എമിനന്റ് സ്പീക്കേഴ്സ്, എല്ലാവർക്കും ഒരു ആശംസ. ആക്ച്വലി ഇന്ന് നല്ലൊരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഷിഗല്ല കേസസ് വന്നിട്ട് എല്ലാ സ്ഥലത്തും ഔട്ട്ബ്രേക്ക് ആണ്. ഈ ഔട്ട്ബ്രേക്ക് കൂടാതെ തന്നെ നമുക്ക് സ്പോറാഡിക് കേസസ് പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാഡം പറഞ്ഞ മാതിരി 155 കേസസ് ആണ് നമുക്ക് കൺഫേംഡ് ഉള്ളത്. 70 കേസസ് പ്രോബബിൾ കേസസ് ആണ്. ഇത് ജൂൺ ആയിട്ടേ ഉള്ളൂ നമുക്ക്. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ 50 to 60 കേസസ് ആണ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമുക്ക് കിട്ടിയിരുന്നത്. ഇത് കൂടാതെ ADD കേസസ് 2,82,000 ഒക്കെ നമ്മളിപ്പോൾ ഓൾറെഡി ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്തും ഓൾറെഡി 6 ഡെത്ത്സ് ഉണ്ട്. അത് ബിഫോർ ദ ഡയഗ്നോസിസ് ആ പേഷ്യന്റ് ഡെത്ത് ആവുന്നു, അങ്ങനെയുള്ളൊരു ഇതുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം ഈ സ്കൂളിൽ ഇപ്പൊ വയനാട്ടിലെ സ്കൂളിൽ വിസിറ്റ് ചെയ്തായിരുന്നു. അവിടെ നമുക്ക് ആക്ച്വലി 800 അബവ് കുട്ടികളുള്ള ഒരു സ്കൂളാണ്. അവിടെ നിയർലി ഒരു 550ഓളം കുട്ടികൾ എഫക്റ്റഡ് ആണ്. പക്ഷെ ദേ ആർ നോട്ട്, ആരും സിക്കല്ല. കുറച്ചുപേര് സിക്കായിട്ടുള്ളവർ അഡ്മിറ്റ് ആക്കിയിരുന്നു. ഒരു നിയർലി ഒരു 40 to 50 കുട്ടികൾ അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പൊ അവിടെ ആക്ച്വലി പറഞ്ഞ മാതിരി ഓപ്പൺ വെല്ലും ഉണ്ട്, ബോർവെല്ലും ഉണ്ട്. പക്ഷെ ഈ ബോർവെല്ലിന്റെ തൊട്ടടുത്തുള്ള ഇവരുടെ സെപ്റ്റിക് ടാങ്ക് ലീച്ച് പീറ്റ്. അപ്പോ അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ അവിടെ കണ്ടാമിനേഷൻ വരുന്നു. പിന്നെ ഏറ്റവും ഉയരത്ത് നിന്ന് വെള്ളം ഇറങ്ങി വരുന്നു. മഴയത്ത് വേസ്റ്റ് വാട്ടറും എല്ലാം കൂടെ വരുന്നു. ഇത് പോകുന്നത് ഓപ്പൺ വെല്ലിന്റെ സൈഡിൽ കൂടെയാണ്. അപ്പൊ ഈ ഓപ്പൺ വെല്ലിന്റെ പ്ലാറ്റ്ഫോം ഒന്നുമില്ല. ഇതുണ്ട് ചുറ്റും ഇതാണെങ്കിലും
താഴെ പ്ലാറ്റ്ഫോം ഇല്ല. അപ്പൊ എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറെ നമുക്ക് ഇതൊക്കെ ഉണ്ടാവും, സീസൺസ് ഒക്കെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കൂടെ അതിലേക്ക് പോവാണ്. പക്ഷെ ഇവരുടെ ഒരു ഇതെന്താ വെച്ചാൽ ഇതിന്റെ ഡയറി ഇപ്പൊ നമ്മൾ എല്ലാ സ്കൂളിൽ പോയി കഴിഞ്ഞാലും അവർ ഫിൽറ്റർ ഉണ്ടെന്ന് പറയും. പക്ഷെ ഈ ഫിൽറ്ററിൽ കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറും കിട്ടും. പക്ഷെ ഹോട്ട് വാട്ടർ എല്ലാവരും അങ്ങനെ എടുത്ത് കുടിക്കില്ല. അതുകൊണ്ട് അതിനകത്ത് കോൾഡ് വാട്ടറും അവർ ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ആക്ച്വലി ഇത് നമുക്ക് കിട്ടില്ല. പിന്നെ അതേമാതിരി തന്നെ പല ഹോട്ടൽസിലും ഈവൻ സ്കൂൾസിൽ തന്നെ RO ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഈ RO ഫിൽറ്ററും ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് റെക്കമെൻഡഡ്. കാരണം വെച്ചാൽ നമ്മൾ അതിനകത്ത് ഏത് വെള്ളമാണ് കയറ്റുന്നോ അതിന്റെ PPM ഒന്നും നമ്മൾ നോക്കുന്നില്ല. വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്കാർ വന്ന് ജസ്റ്റ് നോക്കും, പീരിയോഡിക് ആയിട്ടുള്ള ഒന്നുമില്ല. അപ്പം നമ്മുടെ പെരിഫറിയിൽ ഇൻസിസ്റ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ സ്കൂൾസിലാണോ ഏതൊക്കെ സ്ഥലങ്ങളിലാണോ ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് അവിടെ സൂപ്പർ ക്ലോറിനേഷൻ ആണോ ക്ലോറിനേഷൻ ആണോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആ ഡിസീസിന്റെ ഇതിനനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ റെസിഡ്യൂവൽ ക്ലോറിൻ കണ്ടന്റും കൂടെ നമ്മൾ നോക്കണം. അവർ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോൾഡ് ഓവർ ടൈം ഒന്നും കൊടുക്കില്ല, അപ്പൊ തന്നെ വെള്ളം എടുക്കും. അപ്പൊ നമുക്ക് ആക്ച്വലി എത്രയാണ് റെസിഡ്യൂവൽ ക്ലോറിൻ ഉള്ളത്, PPM എത്രയുണ്ട്, 1 PPM ഇതാണോ എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ ഇതിപ്പോ എല്ലാ സമയത്തും നമുക്കിപ്പോ എല്ലാ ഫീൽഡ് സ്റ്റാഫിനും അവിടെ പോയി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരോട് ഓർത്തോട്ടോളജി ടെസ്റ്റിന്റെ കിറ്റ് വാങ്ങി വെക്കാൻ പറയും. എവറി 2 വീക്സിൽ നമ്മളത് ടെസ്റ്റ് ചെയ്യും. അത് നമ്മുടെ സൂപ്പർവൈസേഴ്സും അത് നോക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സിമ്പിൾ ആണെങ്കിലും ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. പിന്നെ ചെറിയ ഡയറിയൊക്കെ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി വീടുകളിൽ അത് വേറെ ഒരു ഇതിലേക്ക് മാറാതിരിക്കാനുള്ള അവരുടെ ഒരു ഡീഹൈഡ്രേഷൻ അതൊക്കെ എനിക്ക് തോന്നുന്നു സ്പീക്കേഴ്സ് അതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയും. പക്ഷെ നമ്മൾ അതേമാതിരി തന്നെ ഈ എല്ലാ ഹോസ്പിറ്റൽസിലുള്ള ഹൂവർ ഇസ് ഇൻ ദ കാഷ്വാലിറ്റി അല്ലെങ്കിൽ OP മാനേജ് ചെയ്യുന്ന ആരാണെങ്കിലും അവരെല്ലാം ഇതിനോട് അപ്ഡേറ്റഡ് ആയിരിക്കണം. പക്ഷെ നമുക്ക് പലതിലും ലൂസ് വരും, പലതും വരും. പക്ഷെ നമ്മുടെ DDസിനകത്ത് ഇത് മുഴുവനും വരണം. ഫീവർ വിത്ത് ലൂസ് ആൻഡ് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എയുടെ എന്തെങ്കിലും ഒരു ഇത് ഹിസ്റ്ററി ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയൊന്നും ചിലപ്പോൾ നോക്കില്ല. സോ വാട്ട് എവർ ബി ദ സിംറ്റംസ് അതിനോടും അതിന്റെ ഫുഡ് ഹാബിറ്റ്സും അവരുടെ ട്രാവൽ ഹിസ്റ്ററിയും എല്ലാം നോക്കിയതിനു ശേഷം നമ്മുടെ DDസിനകത്ത് ഇതൊക്കെ കയറി വരണം. 1 by 1 നമ്മുടെ DDസ് ഒഴിവാക്കിയാലും നമുക്ക് ആക്ച്വലി ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ORSന്റെ പ്രാധാന്യം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അവരെ ആ ഇത് യൂസ് ചെയ്യാനുള്ളതും ചൂടുവെള്ളം ഉപയോഗിക്കാനുള്ളതും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന വേണം. പക്ഷെ ഇവർ ചൂടുവെള്ളം യൂസ് ചെയ്താലും കൈ കഴുകുന്നതും ഒക്കെ മറ്റേ വെള്ളത്തിലായിരിക്കും. അപ്പം അതിന് നമുക്ക് കുറെ ടാങ്ക്സിലെ വലിയ സ്കൂൾസ് ആണെങ്കിൽ ഒരു ക്ലോറിൻ പമ്പ് മാതിരി എന്തെങ്കിലും വെച്ച് അത് നമ്മൾ ഇത് ചെയ്യുന്ന മാതിരിയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. എനിവേ നല്ലൊരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പെരിഫറിയിലുള്ള ഡിസ്ട്രിക്ട്സിലുള്ള ആൾക്കാരൊക്കെ ട്രെയിനിങ് കൊടുക്കുമെങ്കിലും നമ്മൾ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സും വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ ഇവരെയൊക്കെ സെൻസിറ്റൈസ് ചെയ്ത് മാത്രമേ നമുക്ക് നമ്മുടെ ഒരു പേഷ്യന്റ് നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ നമുക്ക് മാനേജ്മെന്റ് ആണ്. പക്ഷെ അവിടുത്തെ മറ്റുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ഈ പറയുന്ന പഞ്ചായത്ത് മീറ്റിംഗ്സിലാണോ എന്താണെങ്കിലും നമ്മളിത് നേരത്തെ കൂട്ടി അവരെ അറിയിച്ച് അതിനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്താലാണ് നമുക്ക് കേസ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ എനിവേ സ്പീക്കേഴ്സ് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയും. എനിവേ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് സെഷൻ ആൻഡ് വിഷ് യു ഓൾ ഗുഡ് ലക്ക്. താങ്ക് യു റീത്ത മാഡം. ഡോക്ടർ വിൻസെന്റ്, ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറയാൻ വിട്ടുപോയതാണ്. നമുക്കിപ്പോ സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനെ നമ്മള് ജൂൺ 16 മുതൽ ജൂലൈ 31 വരെ അത് നാഷണൽ വൈഡ് ആയിട്ടും സ്റ്റേറ്റ് വൈഡ് ആയിട്ടും നടത്തുന്ന ഒരു ക്യാമ്പയിനാണ്. ഇപ്പൊ പീഡിയാട്രീഷ്യൻസിന് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഗൈഡ് ലൈൻ എല്ലാം ജില്ലകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ORSന്റെ സിങ്കിന്റെ അവൈലബിലിറ്റി ഒക്കെ എൻഷുർ ചെയ്തിട്ടുണ്ട്. ഒള്ളി തിങ് ഞാൻ നേരത്തെ പറഞ്ഞത് റോട്ടാ വൈറസ് വാക്സിൻ ഇല്ല എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഈ സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും കൂടെ അപ്പൊ നമ്മൾ പീഡിയാട്രീഷ്യൻസും മറ്റു ഡോക്ടേഴ്സും എല്ലാവരും അതിനെക്കുറിച്ച് ഒരു അവയർനെസ് അതും കൂടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. കാരണം ഇപ്പൊ നമുക്ക് ഏറ്റവും റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഷിഗല്ലയും കോളറ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പാലക്കാട് പേടിപ്പിച്ചു, പക്ഷെ അത് ഭാഗ്യത്തിന് കോളറ അല്ലായിരുന്നു. അപ്പൊ അതേപോലെ വാട്ടർ ബോൺ ഡിസീസിന്റെ ആ ഒരു ഔട്ട്ബ്രേക്ക് സീസൺ ആണ്. അപ്പൊ ഈ സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ എല്ലാവരും ഒന്ന് അതിന്റെ അവയർനെസ് ഒന്ന് കൂട്ടാനായിട്ട് ശ്രമിക്കണം. എനിക്ക് അതും കൂടെ റിക്വസ്റ്റ്. വൺസ് അഗെയിൻ താങ്ക് യു ആൾ. എല്ലാ ഭാരവാഹികൾക്കും ആശംസകളും നന്ദിയും അറിയിക്കും. താങ്ക് യു. അടുത്ത ഇൻട്രൊഡക്ഷൻ ഓഫ് സ്പീക്കറിന് മുമ്പ് നമ്മുടെ പുരുഷോത്തമൻ സാറിനെ 2 വാക്ക് പറയാൻ വേണ്ടി ഒന്ന് ക്ഷണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി സ്പീക്കർ ബൈ ഡോക്ടർ പ്രവീൺ. അയ്യോ, എനിക്ക് ഞാനിത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വെച്ചാൽ കുറച്ച് നാളായിട്ട് ഈ KGMO ഇത്രയും വളരെ നല്ല ടോപ്പിക്കുകൾ നമ്മൾ ഇത്രയും ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാർക്ക് വേണ്ടിയിട്ട് മാത്രം അറേഞ്ച് ചെയ്യുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷം. രണ്ടാമത്തെ കാര്യം അതിൻ്റെ പാർട്ടിസിപ്പേഷനും കൂടി വരുന്നു. ഇന്നിപ്പോൾ 500-നടുത്ത ആൾക്കാർ വരുന്നു.
അപ്പോൾ ഇത് നല്ലൊരു ഇഫേർട്ട് ആണ്. അപ്പോൾ അതിനെ എന്താ സർവാത്മന അഭിനന്ദിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ടോപ്പിക്ക് കേൾക്കട്ടെ, നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷനെ പ്രതീക്ഷിക്കാം. അത്രയേ ഉള്ളൂ വിൻസെന്റ്. Thank you so much. Please, Praveen. Okay, good evening also. Today to talk about the Shigella and other bacterial diarrhea, we are fortunate to have with us Dr. Jayakrishnan MB, who was the professor of pediatrics at Calicut Medical College. He's a highly respected clinician, teacher and academician. Sir has several publications to his credit. Actually, sir has retired from government service just few days back and has joined Malabar Medical College yesterday as a professor of pediatrics. So on behalf of KGMY family, I extend a very warm welcome to Jayakrishnan sir. So over to you, sir. Thank you. ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? അങ്ങനെ മതി സാറിന്. ഇനി അത് എക്സിറ്റ് ആയാൽ പിന്നെ പാടാണെങ്കിൽ എങ്ങനെ ചെയ്യാം? അത് ഇതിൽ എന്തോ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഇങ്ങനെ മതിയില്ലേ പ്രവീൺ? ഓക്കെ, ശരി. റെസ്പെക്റ്റഡ് Director of Health Service, Meenakshi Madam, senior officials of the Health Service Department, and my dear friends, good evening to all. And my thanks to office bearers of KGMA Academic Cell for this opportunity to talk to you today. What I'll be doing is I'll be sharing some of our experience in the PICU of Government Medical College Kozhikode during the last few years regarding this problem of Shigella. I will start with one case. In fact, this happened in 2016, or exactly 10 years back in May. And that was a time when we first encountered a serious issue related to Shigella for the first time, because I joined, when I did my post-graduation pediatrics in the late 1980s and early 1990s. But then since that time, I had not experienced any child with Shigella dying in Kerala. But then there's a problem with moving this slide. സാർ എങ്കിൽ പിന്നെ ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് അറിയാമോ സാറേ? ഒന്ന് എക്സിറ്റ് ചെയ്യാം എന്നാലേ. Sorry for that. So this happened in May 2016. An 8-year-old boy, he was brought to our PICU with seizures. And at the time of arrival, he was unresponsive, pale, and very sick child, gasping respiration. Saturation was only 60%. And he was in hypotensive shock. We could not save this child. Within a few, 1 or 2 hours of coming to our PICU, this child had a cardiac arrest and we could not save. Actually, this child was referred from Nilambur as a case of possible appendicitis, the history of fever, vomiting, and abdominal pain for 2 days, loose watery stools next day after the onset of symptoms, and altered sensorium for 6 hours before coming to our hospital. He had one episode of generalized seizures on his way to our hospital. And when child was brought to our PICU, and then immediately on arrival, one more episode of seizures, and then within 2 hours, the child had a cardiac arrest and we could not revive the child. What we thought at that time, we didn't know that such a problem would happen related to Shigella at that time. What we thought of, obviously, like any other child with fever and altered sensorium, or acute encephalitis syndrome, septic shock possibly related to some GI focus, and Shigella encephalopathy was also considered at that point. And outside investigations, not very much, except for leukocytosis, nothing was there. But then day 2, by the time they arrived to our hospital, leukocytosis for their multi-organ dysfunction was there. Within 2 hours, the child died. And we did a CSF postmortem, which was normal. Autopsy was done because we didn't know the cause of death, and that was showing severe cerebral edema. And at that time, we had taken a sample PCR. Those days, we used to get this PCR for all organisms done in Manipal. With Shigella, we got this result as Shigella positive at that time. And
on the same day, the child's 3-year-old sister was also admitted, but then she made an uneventful recovery. So I'll come to this case again after some time. Actually, as was discussed earlier, like, diarrhea continues to be a major public health problem. And each year, this is actually WHO data, close to 5 lakhs children under 5 die due to diarrhea. And again, 50,000 deaths in the 5 to 9-year-old age group, again due to diarrhea. And it is a leading cause of malnutrition in under 5 children. As we all know, we all learned in the community medicine discussions, like it is a vicious cycle, and malnutrition can result in problems like diarrhea, which again can lead to this is a vicious cycle like. And deaths are directly related to severe dehydration and fluid loss, sepsis in malnourished and immunocompromised children, and in Shigella, deaths are related to extra-intestinal complications. We'll come to that again after some time. And we all know this, viral pathogens continue to be the commonest cause of diarrhea in children. Rotavirus is the commonest. We have a vaccine now. The number of cases of rotavirus has come down significantly. And even otherwise, we have seen, even before this rotavirus vaccine was introduced in India in 2019, this trend had started, like decrease in the number of cases getting admitted. Our diarrhea wards are no more full like what we used to have some 20 years back. But then adenovirus has come up in last in 2022. One paper was published in India, where they showed adenovirus to be the commonest organism causing diarrhea in many of the states in India now. So norovirus is there, astrovirus is there, occasionally we get. And bacterial causes, again, what is relevant for us now is obviously Shigella. Shigella continues to be a problem now. E. coli, Salmonella, and Campylobacter are not very much significant problem as far as children with serious diarrhea is concerned. Parasitic, again, are not very common nowadays, except in children who are immunocompromised, where there is a high chance of cryptosporidium and other things. And amoeba, again, it's much less than what it used to be earlier. As you can see here, mortality has come down significantly even before the vaccine was introduced in 2019. I told you, like in Kerala, I'm talking about. In all our country, started the rotavirus vaccine was introduced earlier in many other states, but then 2019 it is there in most of the states in the country. Significant reduction in diarrhea mortality is there, and as you know, this has already been discussed now. Like, say, the importance of clean and safe water. Proper sanitation, proper nutrition of mother and child, safe feeding practice, exclusive breastfeeding, again, during the first 6 months, and then continuing breastfeeding. Promotion of breastfeeding is very important. Proper stool disposal practices, and then carefully managing dehydration, nutritional status of the child, zinc supplementation, or the importance of ORS cannot be overemphasized. Rotavirus vaccination, again, is a very important milestone that has actually helped reducing the mortality. And coming to this, again, Shigella, second commonest cause after rotavirus of diarrhea mortality in the world. And in the year 2016 alone, more than 2 lakhs children died, and 1/3 of them in under 5 children. And Shigella, as you know, is gram-negative rod, non-motile. It's not motile, unlike Vibrio cholera, which is motile, coma-shaped, and all that. We all know that. And Shigella has 4 species: dysentery, flexneri, boydii, and soni. And Shigella dysentery used to be the commonest organism when we were all students, in the late 1980s, early 1990s, and all. Second, the dysentery used to be the commonest organism, commonest species of Shigella causing infection. But then now most of our cases, I mean, not most, all our cases are Shigella soni now during the last 3-4 years. That's what we see in Kozhikode. And in India, in reports published 2-3 years back, it was mentioned that flexneri is the commonest organism, but then slowly all other species are replaced by Shigella soni now. That's what we see now. And fecal oral route, we all know that. And poor hygiene is a major risk for transmission. And this is the season when houseflies are there, rain has started, and
And as is mentioned earlier, like very few organisms are required for transmission to occur for Shigella. Shigella, it is just 10 organisms required for transmission of Shigella dysentery, and for others it is just a few hundred for Shigella sonnei and vaccinate. The 10 or a few hundred make no difference as far as microorganisms are concerned. Very small amount of organism is required for infection to happen, that we all must remember. And previously, the commonest reported species of Shigella was Shigella flexneri, but then most of the cases, as I mentioned earlier, is Shigella sonnei now, and no significant reports of Shigella dysentery. When we were all PGs, hemolytic uremic syndrome used to be a very common problem. Like every admission day, there used to be one case of diarrhea-related hemolytic uremic syndrome. But nowadays, we don't see any case of hemolytic uremic syndrome, primarily related to Shigella dysentery, which is a Shiga toxin producing Shigella, but then that is not there. But then other complications have started occurring. Incubation period can be very short, like 12 hours. We had 2-3 years back an outbreak in one of the schools in Koilandi, where just after 10 or 12 hours after having food at school, some 80 children were infected, and many of them had to be hospitalized. Some of them had this dreaded complication of Shigella encephalopathy also were admitted in our PICU. High fever, toxicity, and abdominal pain are common, but common symptoms associated along with vomiting and diarrhea. But then all of them, practically all of these children with Shigella infection have fever as a problem. So fever is there. High fever means always think of Shigella as a possibility. Of course, rotavirus also can be associated with fever, but then very high fever, toxic look, abdominal pain and all, highly suggestive of Shigella, that you must remember. One important thing to be remembered is that in the first few hours, first 48 hours, you can call it, there is a phase for this infection called small bowel phase when only watery diarrhea occurs. So watery diarrhea does not always mean that it's not bacterial. It's not Shigella. It can be Shigella. So initial 48 hours, it can be watery diarrhea. This is our data 2016 to 2025. 2026 data is not there in this. 101 cases is proven cases, either PCR or culture positive. As you can see, June is the month when we have maximum number of cases. I'll come to this chart again after some time. And the most common extra-intestinal complication is encephalopathy. Most common, if you look at textbooks like Fagan and Cherry textbook, pediatric infectious diseases, all these complications are mentioned. As you can see there, myocarditis is written, like mentioned there as the last one. Neurologic is the commonest, this Shigella encephalopathy. But then what we see, the picture is possibly changing in our state now. That's what we see in our practice in Kozhikode. All other things like bacteremia, extremely rare. Bacteremia means actually you can demonstrate Shigella organism in the blood culture. Very rarely only do we see that, except in immunocompromised children, severely malnourished children, not very common. Hemolytic uremic syndrome, I already mentioned. Again, nowadays, extremely uncommon. All these other complications like bulbovaginitis, urinary tract infections, conjunctivitis, keratitis, Praetor syndrome, hepatitis can all occur, but then extremely rare. Myocarditis is there. Again, this is as per textbooks. It is mentioned as one of the least common complication, but we'll come to that again after some time. The commonest extraintestinal complication, neurologic complication, they can have seizures, headache as a preceding symptom, lethargy, disorientation, hallucinations, coma, and then this last entity called severe toxic encephalopathy or Akiri syndrome. I'll come to that again after some time. Very important to remember is that most of the cases that we encounter in our PICU, these neurologic symptoms can be subtle, so subtle that you may not consider that to be abnormal also, unless you ask specifically for that. Like the mother will tell that there is some kind of disorientation, which the mother will attribute to the high fever the child is having. It could be related to high fever, but then in the setting of diarrhea and high fever, and somebody has subtle behavioral abnormalities, like something like irrelevant talk, or something the child will tell that I'm at school now, I'm talking to my friends,
while the child is at home. So something like that. Always think of this possibility of possible Shigella encephalopathy, because it's very particularly important during this season, because this can sometimes very rapidly progress to severe cerebral edema and even death before we can do anything. So that is one thing that you remembered. And among the hospitalized children, Shigella encephalopathy is the complication in most of them, like 10 to 45% of hospital children have encephalopathy as the problem. It can occur early in the illness. So may precede the onset of loose stools. That's very important. We had some of the deaths also recently that we had did not have loose stools in the beginning. Only altered sensoria and fever. And then the next day the child is having gastrointestinal symptoms like loose stools and vomiting. As such, mortality is very rare. That used to be the case till 2016. What we thought of Shigella encephalopathy was that it was a mild illness. We used to ask our postgraduate students until that time, like what is Ekiri syndrome and all that. Something that we had read only in textbooks, but then we started experiencing that for the first time in 2016. And exact pathogenesis of Shigella encephalopathy is not very clear. It has been proven not to be related to the Shiga toxin of Shigella dysentery. It is itself is not very, very clearly known. And this particular entity called Ekiri syndrome is a reason for death in many of our cases. So what is mentioned as Ekiri syndrome is actually it's a rapid progression of encephalopathy in the setting of high fever and loose stools. And they progress very fast, like within 24 to 48 hours, they progress to deep coma and then shock and then multi-organ dysfunction and death, like what happened in the first case that I was referring to. And this actually is a Japanese term, Ekiri. Ekiri means red diarrhea in Japanese. And invariably fatal is what, as per reports, like this was actually reported for the first time in the journal Pediatrics in 1949. Highly fatal disease, or actually lethal toxic encephalopathy, which means it is fatal in all cases. Like, and it has been reported in other countries also. Like this was actually reported in Israel. 10 years data, they had just, I think, 15 children, only 15 cases, lethal toxic encephalopathy in 10 years. And then survival has not been there till this report came from Iran. Just one case, they reported that they gave one drug, they gave dexamethasone for a child with possible Ekiri syndrome, and that child survived. That's what they tell. We'll come to that again after some time. Like, so this is our experience. Like after 2016, we started experiencing such severe cases of Shigella. Like this is actually the data, when we published this in Indian Pediatrics in 2020. This is actually the data from 2016 to 2019. We had 58 cases of culture, either culture or PCR positive case of Shigella. 15 children died. 15 children means almost 1/3 of them. All deaths with rapid progression of encephalopathy. But this was actually something we can call maybe Ekiri syndrome. And at that time, we got Flexneri in one child, one or two children, I think Flexneri was there. And one child we got Boydi. All other cases were Shigella soni. And maximum number, as I already discussed, it is during May, June, 60% of the cases. And what we found was that if they continue to be having a low consciousness level, like if GCS is less than 8 for a long time, like for more than 12 hours, very likely that they will progress to deep coma and death. And delayed presentation also after 48 hours after the onset of illness, they come to you, they start the proper treatment after that. It's a high chance that Ekiri syndrome can happen. So this is an entity which can happen. It's actually happened in a very short period of time, like 3 years. We had 15 deaths at that time. So fever is a prominent first symptom in almost all cases. If there is no fever, it's very unlikely that this child has Shigella infection, that you can maybe sure of. And another thing, second one, very important point is that no blood in stools in 90% of them. So only in 10%. We discussed about the small bowel phase, it can be there in the initial 48 hours. It's during that initial 1 or 2 days that they have these complications. That's the problem, like Shigella encephalopathy, which can result in death. So blood in stools is that used to be the indication for starting antibiotic and diarrhea. But then this particular complication happens even before blood starts occurring and blood starts appearing in stools. So in 90%, no blood. And 20% of the cases are not just CNS that was involved, multi-organ dysfunction was there. And
some of the cases, I mean, many of the cases, 65% had lymphocytopenia as problem, but then nowadays we don't see that as a very prominent symptom. I'll come to that again, like cytopenias. So most important thing in the management is aggressive management of cerebral edema, and anti-cerebral edema measures like 3% saline infusion can be started. Mannitol is something that we generally avoid because these children, many of them are in shock. So, and then possibly early antibiotic therapy also might prevent the development of progression to a problem like lethal toxic encephalopathy or Rickettsia syndrome. 2019, this was a 3.5-3.5-year-old boy, again with fever one day, and then he was admitted to, he had no loose stools, admitted on second day with status epilepticus, controlled with, we actually controlled with second line drugs like for seizure treatment like phenytoin and anti-cerebral edema measures and all that. Child had normal sensorium. After 3-4 hours, then started having loose stools. And then at that time, we thought of this possibility of Shigella because child had fever and encephalopathy followed by loose stools. But then what happened was that after 12 hours, one more episode of generalized tonic-clonic seizures. And at that point, when we looked at the monitor, cardiac monitor that was showing ventricular tachycardia and had a sudden cardiac arrest, we could not save this child. So this type of presentation also can be there in Shigella because this the stool again PCR turned out to be positive, and even I have not mentioned it here. Like stool culture was positive for Shigella sony at that time. This one is in 2022. 10-year-old girl, again girl from Malappuram, was brought to our PICU. Very sick child, unresponsive, pale. Tachypnea was there. Child was in respiratory failure with a very fast heart rate, and the monitor was showing a supraventricular tachycardia, as you can see there. And child was in shock, was in hypotensive shock. Again, we could not save this child. This child was again referred from Malappuram as a case of acute encephalitis syndrome. We tried to correct SVT. It was actually got corrected, but then we could not save the child. Had a cardiac arrest in 1 hour. The child was having profound hypotensive shock was there, and history of fever, vomiting, and loose stools for 1 day. So this was something different from the presentation that we had seen earlier. That this child had a cardiac problem. Like this can also happen. This child had Shigella positive for PCR and culture also. Again, Shigella sony was multi-organ dysfunction. Heart, like this was a 6-year-old child. As you can see, some abnormal ECG, is a Brugada pattern in the ECG. I'm not going into the details, but then all the cardiac enzymes, NT-proBNP was very much elevated, like Shigella PCR was positive. This is another possible complication that can have. But then Shigella, with this particular pattern of Brugada pattern can be there in any child having high fever, in children who are predisposed to this problem. But then other abnormalities in the ECG were also there in this particular child. Like you can see that there is significant AV dissociation happening in the ECG. Again, another child, Brugada pattern. And then after some time, the child has started having multiple ventricular ectopics. So the only thing, a point I wanted to convey was that heart can be involved early. And all these children had encephalopathy also. AV dissociation. Again, fluid refractory, another child, 9-year-old child, fluid refractory shock. Significant repolarization abnormalities in the ECG. All can be there. Subtle changes in the ECG. I'm not going into the details here. Like can be an indicator of possible Shigella infection, like T-wave axis changes. We actually published this recently in Indian Journal of Pediatrics. Again, cardiac complications. This has not been reported earlier to this extent. Only 2 isolated case reports are there of cardiac involvement in Shigella so far all in the world. Like so, this we have seen large number of cases, like 38 Shigella positive cases. So cardiac involvement was there in half of them, so 55% of them. So it's not very uncommon that you must remember, like that cardiac involvement in Shigella infection. This was our study, 38 children, abnormal ECG, abnormal cardiac enzymes, abnormal echo, all this can happen, and so many ECGs abnormalities are also there. I'm not going into the details of all the abnormalities. All these we had during the last 5 years. But then this is a change. That's the reason why I wanted to convey, like in this talk, like there is possibly a change in the way they present. Like initially it was predominantly CNS involvement, severe cerebral edema, but then post-COVID,
we have seen a change. It's not because of COVID, but still what happened during COVID time was that there was actually a significant decrease in the number of cases coming to us. It started in 2016, 2019, end of 2019, 2020, early 2020, COVID started, and then all these infection control practices were there. So over almost 1 or 2 years, we didn't have practically any case admitted with Shigella encephalopathy in our PICU. But then after 22, cases started coming again, but then at that point we noticed that there was a change. Like in addition to encephalopathy, cardiac involvement was a very common problem, like multi-organ involvement. It's not just cardiac, but then after CNS, it is heart that is involved. Majority of them, and many of our deaths also recently also are due to significant hypotensive shock, fluid refractory shock, and it's due to cardiac involvement that they have. Coagulopathy can be there in fourth of these cases, acute kidney injury. And then second phase, that is 2021 to 24, our mortality was only 3%. Pre-COVID, 2016 to 2019, I told you, almost 1/3 of our children died, 30%. So this change is there. You can see that, 2016 to 20 is a time when we actually published that first paper. That first child came to us in 2016, Shigella death. As you can see, that 15 children died. The second phase, that is after COVID, 2021 to 25, only 1 death. But then multi-organ dysfunction is more in that group, in the second group. So fluid refractory is actually, I showed this slide, same slide earlier. But then fluid refractory shock was there in 50%, almost 51% of children. Multi-organ dysfunction, 37%. Deaths in 16%. And we have actually, our practice changed after COVID. Like we started giving some of these children with those who have a very high risk of progressing to lethal cerebral edema, Akiri syndrome like, because if they have very much prolonged low level of consciousness, told like low GCS lasting more than low GSS less than 8, lasting more than 12 hours is there, means we started giving them steroid also, like dexamethasone. Possibly that's the reason why 3 children survived in spite of severe cerebral edema, deep coma. But then 3 children survived severe neurological sequelae. And this. So, and then about the antibiotic choice in Shigella infection, our experience from our microbiology department. In the first phase, that is 2016 to 2018, almost all isolates resistant to quinolones, cotrimoxazole, but then sensitive to third generation cephalosporins. So quinolone used to be, those days, used to be the first line drug recommended by WHO as well as Government of India at that time for all children with bloody diarrhea. But then quinolones, those days, 2016 itself, we found all Shigella isolates to be resistant to quinolones. But then cephalexin, not cephalexin, third generation cephalosporin sensitivity was there. But then towards the end of that, just before COVID, 2019, we started noticing resistance to third generation cephalosporins. Only sensitivity at that time was azithromycin, and meropenem also we got some sensitivity. Then during COVID period, there was a long period when there was no case, practically no case also at all. And after 2021, we started getting isolates resistant to quinolones and cotrimoxazole, but then started becoming again sensitive to third generation cephalosporins. Unfortunately, in 2026, we have started getting occasional resistance in some outbreaks, like we have some of the cases. Yeah, I saw one report today when all antibiotics, usually used antibiotics, resistant. So very important that we must think twice before starting antibiotics for all children with diarrhea. Only if you there are definite indications for starting antibiotics in pediatric diarrhea as per ICMR, IAP or Government of India recommendations. Like we all know this, like dysentery, blood in stools, that is one indication for starting. We few suspect cholera. And severe dehydration is there. Like cholera, as you know, very large quantity rice water like stools. If it happens in an outbreak, child goes in for severe dehydration very fast. Like so, severe dehydration, suspected cholera, like what happened in Palakkad. Maybe they might have suspected it clinically, but then that proved not to be cholera. So, such cases you can consider starting a drug like azithromycin. Azithromycin is a drug that is recommended now 20 mg per kg, a single dose in suspected cholera. Stool microscopy, if it is positive for amoebiasis or giardia, you can start metronidazole. Otherwise, there is no indication for starting antibiotic in
for antibiotics like metronidazole. And associated systemic infections resulting in parenteral diarrhea, like pneumonia, sepsis, UTI are there. Obviously, you would start antibiotics. Child with severe malnutrition and diarrhea, again, that is one indication for starting antibiotics. Immunocompromised children, again, antibiotics. And less very small infants, like less than 4 months, again, if they have severe dehydration, always possibly it may be some infection not related to GI, gastrointestinal tract. It could be a meningitis, sepsis, or other things also. Anyway, children less than 4 months with severe dehydration, again, one more indication. And the last one I have written there, like suspected shigellosis, extraintestinal involvement. Say a child having high fever, watery diarrhea, but then subtle abnormalities in sensorium. During this season, it is better that we consider starting antibiotics. First line drug, what is recommended now is orally, if you're giving it, is cefixime, but then unfortunately, we have started encountering resistance to third generation cephalosporins now. So it will be very judicious before starting antibiotics. That is very important. And once they have this symptom of encephalopathy, raised intracranial tension is the most dangerous thing that is going to kill the child. So aggressive management of raised intracranial pressure. Better that you ship the child to a facility where continuous monitoring is possible. Shock is there. Very likely that these children have fluid refractory shock, very likely related to cardiac dysfunction. Cardiac involvement is very common. And again, arrhythmias could be a cause. I think that's it. Thank you very much. Thank you, dear sir, for the very excellent presentation. If you have any queries, you can post in the chat box. Now I invite Purushothaman sir for his comments. Excellent talk, as expected, as usual, Jayashnan. A few points which we need to discuss in this present scenario among the general practitioners, not only pediatricians, just because Jayakrishan and myself see more cases of a pediatric. In this case, all the senior citizens also are at high risk. So we need to be considering this entity in an adult situation also. So what we need to be cautious in this context is in a primary level, and especially in this case, a lot of watery diarrhea due to viral disease also come. And Jayashan was stressed about the possibility of a Shigella soni presenting with more of a watery diarrhea. Somebody was asking whether in this context should we prescribe antibiotic in all cases of diarrhea so that we won't be missing any of the cases. But that won't be a good decision because antimicrobial stewardship is the norm now. We need not be prescribing. So how to detect and decide what are the predictive factors of a bacterial infection and what are the predictive factors possibility for a fast deterioration and the complications. These are the two things which should be aware at the primary level. That is one. There, I think, 1 or 2 points Jayashan already stressed. The look of the patient, whether child looks sick other than the possibility of a dehydration. The point of a fever is very important. Absence of fever is reassuring. That is very important because almost all the cases of Shigella, fever will be high grade. Afebrile situations in a normally nutrition status child. Otherwise, immunocompromised and all, there can be an infection without fever. Otherwise, a febrile child, diarrhea only, more likely to be viral diarrhea. That is one point. What about abdominal pain? Abdominal pain is common in many of the other cases also, but the presence of abdominal pain, especially tenesmus, may be useful. So, in a case watery diarrhea, if there is a high-grade fever and tenesmus and the child looks sick, ideally we should be
getting a molecular test PCR, but prayogamaite, it may not be possible. So in that selected situation, if we get a microscopy, pus cells, then you can decide. If there is no pus cells, if there is no fever, patient doesn't look sick, maybe it's a diarrhea with dehydration, electrolyte imbalance, antibiotics may not be needed. That is in the private and the peripheral setup. In a case of a situation where altered sensorium also is there, that's one thing Jason was pointing out. There can be a possibility of the other extreme where altered sensorium, encephalitis like early onset, but no diarrhea. Diarrhea occurs later only. So in the periphery, we should be picking up that also. So in the periphery, all the red flag signs, including the sick state and the altered sensorium, better referred to a secondary level rather than home management. So the decision making, whether to start the antibiotics, whether home management is possible, when to refer are the points which you need to be stressing for the peripheral level. All, not only pediatricians, all of us. In the ICU situation, Jagarshan was pointing out the death causes. In all cases of diarrhea, watery diarrhea, dehydration, electrolyte imbalance are the causing death. But in this scenario, the neurological problems and the myocardial problems are the one thing very, very important. And the list of the ECG is very important. The Brugada. So, what makes the heart cause of the death is maybe it's a susceptibility factor. So, a few predisposing with the patients who are having some substrate for the abnormal reaction to either the fever or the toxin. So heart is predisposed somehow. We don't know who are likely to react in a different manner. So long QT was there in 62% of the cases of Jagarshan's the series. Then the Brugada was there, and other SVT, other things are all there. So that's very important. I would like to comment from the Jagarshan whether the 62% of the long QT was persisting after the recovery. No, sir, it was not persisting. That is, many ECG changes were there. Along with that, QT interval also started getting prolonged. But then that did not last beyond the duration of illness. That's very important because we would like to know whether the kids with a long QT or kids with a genetically susceptible Brugada is abnormally behaving in the presence of the toxin is one, or this toxin per se is causing a long QT and the complications. Here again, one more thing, whether the early administration of magnesium was having any benefit on this patient. Did you try? No, we have not tried magnesium, sir. Unless they have a polymorphic ventricular tachycardia-like situation, I don't know whether there is an indication to start magnesium, sir. So longevity was that much. 60% was there, but they did not have polymorphic VT as a problem. And the other thing about the other killer is the neurological raise ICT progressing fast into a Corning situation. So there again, we need to know why this is causing. It's not the infection as such producing a brain swelling. It must be the toxin. There are three possibilities in a scenario. Is it an immune-mediated encephalitis situation? Is it toxin-mediated encephalitis situation? Is it some milieu like electrolyte imbalance particularly behaving in this context? Out of which immune-mediated are less likely, because it's happening within a matter of hours. It's not happening after 2-3 days, which also will be seeing in any context of infection leading to secondary immune-mediated like necrotizing encephalitis and all. That is very important because what should be the management? Is it just reducing the race ICT, or is there a role for immunomodulators like in a dengue piece with NEC, necrotizing enterocolitis, this thing, and encephalitis? We are trying IVIG, steroid, and even rituximab.
Here, there is no role for that. Jason pointed out Dexona saved. Dexona saved not by immunomodulation, it's by reducing the race ICT. So what I would like to know, what about early ventilatory control of the race ICT? You didn't get time for this thing? No, sir. Then it progresses so fast that ventilation can be there. You can keep the PCO2, PaO2 all in the normal range and all that as part of neuroprotective ventilation. But then if the encephalopathy progresses that fast, it's very difficult. What about the pupillary changes and all? In such a scenario, whether neurosurgical interventions to reduce the race ICT in some other manner also, maybe in the coming increase in the number of cases, what we need to consider all these possibilities. Is there any early control of the fever will be helpful in a case of Brugada susceptible situation? That is one thing, because Brugada is well known to be precipitated by high fever. But none of these, sir, that's where I don't think were related to Brugada syndrome as such. The only thing is that somewhere during the course of ICU stay, they had these ECG changes visible, which we could record at that time, like Brugada pattern. But then the other arrhythmias followed by this particular Brugada pattern were not related to Brugada. Actually, the child, they had AV dissociation and other things, same child I'm talking about. So Brugada was possibly a coincidental finding at that point, because there are many, in the general population, prevalence of Brugada is there. Like that gets only prominent when they have any precipitating factor like fever, high fever. So that could be the reason for that Brugada pattern there. May not be directly related to Shigella at all. That's also possible. We don't know. But then there are many other arrhythmias like SVT also. We had one child who died following SVT, profound hypotensive shock, and died. And many children with AV dissociation, subtle changes in depolarization like T wave changes and all that may not be directly related to Brugada also, sir. So in a case when you're getting it admitted, better to take a baseline ECG, and your number of cases showing some T wave changes and T wave inversion are early predictors. So is there anything which is specific, more likely to be associated with Shigella involving the myocardium? So baseline ECG with this experience may be helpful. And the third point, the shock and multi-organ failure was responsible for many of the cases of death. Is it related to the myocardial involvement, or is the shock with a normal myocardial? No ECG changes, the troponin was normal, third heart sound is normal, no muffling, still intractable shock. What I would like to know is whether the vasculopathy and the capillary permeability, just like dengue situation, did you do PCV? In this case, was there any permeability as a reason? Majority of cases, the shock were fluid refractory, sir. So fluid refractoriness means it is actually related to myocardial dysfunction. They have increasing worsening respiratory distress, increasing liver size, and you cannot give more fluid. So it's not fluid responsive. So it's very likely that it is, so unlike dengue, where it's actually related to capillary leak and hypovolemia, and they may respond to fluid. But these children, most of them do not respond to fluid therapy. Thank you, sir. Thank you. Okay. Thank you, Purushothaman sir and Jayesh sir. എനിക്ക് തോന്നുന്നു കൂടുതലും ക്വസ്റ്റ്യൻസ് ഇൻവെസ്റ്റിഗേഷൻസ് എങ്ങനെയാണെന്നുള്ളത്, പ്രത്യേകിച്ച് മോളിക്കുലാർ ടെസ്റ്റ്, അതേപോലെ കൾച്ചർ, റെക്ടൽ സ്വാബ് വേണോ എന്നൊക്കെ ചോദിച്ച് കുറെ ഡൗട്ട് വന്നിട്ടുണ്ട്. സാറേ കൾച്ചറിന്റെ ഒരു പോയിന്റ് പറയട്ടെ. പറയൂ സാർ. Culture extremely difficult for you to get culture positivity for Shigella unless you do that. This plate the sample immediately after getting the sample. Just 20 minutes is what our microbiologist told. It's a time. No, if it is delayed beyond that, very unlikely that you will get a culture positivity. So it is not very practical in most of our hospitals to get this plated in the microbiology department at so early. So maybe that is the reason why we are not getting positive cases. And Shigella PCR is not widely available also. That is the reason why in our government setup or anywhere in Kerala, we are not getting, the number of Shigella must be much more than what we actually discussed, like our data, the disease surveillance data and all that. It's much more than that. It was very difficult to prove this.
ഇപ്പം നമുക്കിപ്പോൾ ഗവൺമെന്റ് സെക്ടറിൽ എങ്ങനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും സാർ? ഇപ്പം PCR എനിക്ക് തോന്നുന്നു പലയിടത്തും അവൈലബിലിറ്റി ഇഷ്യൂ ഉണ്ട്. ഇല്ല, ട്രൂനാറ്റ് അവൈലബിൾ ആണോ സാർ ഇതിന്? ട്രൂനാറ്റ് ചിപ്പ് ഉണ്ടോ അതിന്റെ? TrueNAT available. TrueNAT was what we were using in our Kozhikode Medical College initially for a long time. Like it is there, but then it's not widely available in all over Kerala. That's the problem. And if you can maybe do a stool microscopy, if she's showing, if that is showing plenty of pus cells, that is an indirect indicator. Like more than 50 pus cells per hypophil means highly suggestive that it is colitis related to Shigella and RBCs also. ഓക്കെ. റെക്ടൽ സ്വാബ് പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. Rectal swab for PCR, yes. ഓക്കെ. പിന്നെ ആന്റിബയോട്ടിക് ചോയ്സ് ആയിരിക്കും പിന്നെ കൂടുതലും ആൾക്കാർക്ക് അറിയേണ്ട ഒരു കാര്യം. കാര്യം നമുക്കിപ്പം WHO ക്വിനോളോൺസ് പറയുന്നെങ്കിലും കേരളത്തിലെ പല ഡേറ്റയിലും ക്വിനോളോൺ റെസിസ്റ്റൻസ് വളരെ കോമൺ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ യൂഷ്വലി ഫസ്റ്റ് ലൈൻ സെഫിക്സിമാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും ഈ തേർഡ് ജനറേഷൻ സെഫ്ലോസ്പോറിൻസിനും ഒരു 25% ഒക്കെ റെസിസ്റ്റൻസ് പറയുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം സാർ? Right from 2016, when we started looking at this, quinolone resistance and it's universal. Like the quinolone is definitely not the drug of choice in this. Ciprofloxacin endayalum venda. Cefixime used to be there, a very useful drug, and sensitivity was very good till recently. I told you, like only during that COVID period there was a break, and then just before that there are some cases resistant to third generation cephalosporins. COVID le oru break vannappo again all the strains started becoming susceptible to third generation cephalosporins. But ഇപ്പോൾ എന്താ extensive use of antibiotics is there now for the last 2-3 years, and then this year 2026 we have started seeing cases strains resistant to third generation cephalosporins, azithromycin also. So we have to be very careful before starting drugs like azithromycin in these cases. But then unless you have a culture report where it is shown to be sensitive only to azithromycin. Bala sir, a question: have you come across rectal tenesmus as a symptom among the 58 cases? Tenesmus, no. Many of those cases, they're rapid so fast, they're encephalopathy, that this complaint, very difficult to get that from the child. That's the problem. Maybe there may be a useful sign, but then difficult. ബാലസാറും സംസാരിക്കുന്നത്. ബാലസാർ, thank you, Praveen. Jason sir, it was a nice talk. Very practical presentation. നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഡയറിയ നമ്മൾ അത്രയും മോസ്റ്റ് ഓഫ് ദം ദേ ആർ കമ്മിങ് സിക്കായിട്ട് വരുവാണെങ്കിൽ നമ്മളെല്ലാം കെയർഫുൾ ആയിരിക്കും. പക്ഷെ അല്ലാതെ വന്നിട്ട് പിന്നെ ഈവനിങ് ഒക്കെ ബാഡ് ആവുമ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രോബ്ലം. ഓൾ ദീസ് ഷിഗല്ല ഇപ്പൊ സാറ് പറഞ്ഞല്ലേ ബ്ലഡ് ഇൻ സ്റ്റൂൾസ് വരണമെന്നില്ല. അൺലെസ് ദേ ഹാവ് സം ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻ നമ്മൾ അലേർട്ട് ആയിരിക്കും. അല്ലാതെ വരുന്നതൊക്കെ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണോ? I never started antibiotic for diarrheal cases. ഇവിടെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഇപ്പൊ ഇടുക്കിയിലുമായി ഷിഗല്ല, 3-4 ഡിസ്ട്രിക്റ്റിലായി. നമ്മളെല്ലാം ഡയറിയ കേസസ് ഷിഗല്ല ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ബിക്കോസ് ബ്ലഡ് ഇൻ സ്റ്റൂൾസ് വരത്തില്ല, റെക്ടൽ ടെനസ്മസ് വരത്തില്ല. only you have to depend on general condition and some neurological complication. അല്ലേ സാറേ? ജയകൃഷ്ണൻ സാർ അങ്ങനെയല്ലേ? ബാല കേട്ടില്ല, ലാസ്റ്റ് എന്താ ചോദിച്ചാ? അല്ല, നമ്മളിപ്പോ ഒരു ഷിഗല്ല ഡൗട്ട് ചെയ്യണമെങ്കിൽ ടു ഡിപെൻഡ് ഓൺ ദി ജനറൽ കണ്ടീഷൻ ആസ് വെൽ ആസ് ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻ. അതെ, ഹൈ ഫീവർ, ടോക്സിക് ലുക്ക്, ഡയറിയ ആൻഡ് സട്ടിൽ ചേഞ്ചസ് ഇൻ സെൻസോറിയം ഉണ്ടെങ്കിൽ തന്നെ യു ഹാവ് ടു സസ്പെക്ട്. അത് എന്തായാലും ഉണ്ട്. അതർവൈസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഓൾ ചിൽഡ്രൻ ഡ്യൂറിംഗ് ദിസ് സീസൺ വിത്ത് ഫീവർ ആൻഡ് ഡയറിയ ഷുഡ് ബി സ്റ്റാർട്ടഡ് ഓൺ ആന്റിബയോട്ടിക് എന്ന് പറയുമ്പോഴത്തേക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഭയങ്കരമായിട്ട് കൂടും. Need to be very careful before recommending something like that. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈവൻ സട്ടിൽ ചേഞ്ചസ് ഇൻ സെൻസോറിയം യു ക്യാൻ ആട്രിബ്യൂട്ട് ദാറ്റ് ടു ഹൈ ഫീവർ, ഫെബ്രൽ ഡെലിറിയം ആൻഡ് ഓൾ ദാറ്റ് യു ക്യാൻ മേ ബി ഡിസ്കസ്. ബട്ട് ദെൻ ഇറ്റ് ടു ബി ഓൺ ദ സേഫർ സൈഡ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചൈൽഡ് ഹാസ് ഒരു ടോക്സിക് ലുക്ക്, ഈവൻ സ്ലൈറ്റ് ചേഞ്ച് ഇൻ സെൻസോറിയം, ടേക്ക് ഇറ്റ് സീരിയസ്ലി ഈ ഒരു സീസണിൽ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. Such children, I think, better that they are referred to a center where advanced care can be given. ഒരു 100% കേസസിലും there should be fever and loose motion അല്ലേ?
Almost all of them, 97% is what our during some point of time they have fever. Fever is very common. Whereas in cholera there is no fever. Fever is actually a point against the diagnosis of cholera. Okay. ഓക്കെ, വിദുഷമ്മയുടെ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. നമ്മുടെ AAV തോന്നയ്ക്കല് ഷിജല്ല PCR അവൈലബിൾ ആണ്. സോ ഐ തിങ്ക് ട്രിവാൻഡ്രം കൊല്ലം ഏരിയയിലുള്ളവർക്ക് തോന്നയ്ക്കല് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ PCR ഷിജല്ല അവൈലബിൾ ആണ്. സോ അനദർ ക്വസ്റ്റ്യൻ ഈസ് പോസ്റ്റ് ഡയറിയൽ ഷെഡിങ് ഓഫ് ബാക്ടീരിയ പറയുന്നുണ്ടല്ലോ സാർ ഷിജല്ലയിൽ. അപ്പോൾ സോ കുട്ടികളെ സ്കൂളിൽ വിടാമോ എന്നുള്ളതാണ്. വാട്ട് അബൌട്ട് ഇൻ കേസസ് ഓഫ് ചിൽഡ്രൻ ട്രീറ്റഡ് വിത്ത് ആന്റിബയോട്ടിക്സ് ക്യാൻ ദേ ജോയിൻ സ്കൂൾ? I'm not very sure exactly അതിനെന്താ ആൻസർ എന്നുള്ളത്. പക്ഷേ ഐ തിങ്ക് ഇഫ് ദേ ആർ അഡിക്വറ്റ്ലി ട്രീറ്റഡ് വിത്ത് ആന്റിബയോട്ടിക്സ് അതൊരു പ്രോബ്ലം അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ജയേഷൻ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു. അത് നമ്മളിപ്പോ ഇതിൻ്റെ അകത്ത് മാറിക്കഴിഞ്ഞിട്ട് എസിംറ്റമാറ്റിക് ആയിട്ട് പെർസിസ്റ്റ് ചെയ്യുന്ന കാരിയർ സ്റ്റേറ്റ് കോമൺ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സാൽമണല്ലയിലാണ് അത് കോമൺ അല്ലത്. അപ്പൊ വൺസ് ദ പേഷ്യന്റ് ഈസ് ഓക്കെ, നോ സിംറ്റംസ്, recovered after a course of antibiotics ആണെങ്കിൽ there is no need to keep them. അപ്പോൾ ചാൻസസ് ഓഫ് സ്പ്രെഡിങ് അവിടുന്ന് കുറവാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യമായിട്ട് പറയേണ്ട, കാരിയർ സ്റ്റേറ്റ് ഇല്ല. ബ്ലഡ് പിക്ചർ എങ്ങനെ ആയിരിക്കും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് സാർ. ബ്ലഡ് പിക്ചർ നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മളിപ്പോൾ ഡെത്ത് സെൽ ഉണ്ടായില്ലേ ഇവിടെ കോഴിക്കോടുള്ളത്, ആൻഡ് സം ഓഫ് ദ കേസസ് വേർ വി കുഡ് നോട്ട് സേവ് ദ ചിൽഡ്രൻ 2016 to 19 also, some of them had cytopenia. Like it's not just lymphocytopenia. Lymphocytopenia is common, but then hemoglobin and platelet count also are low in some of these. But അത്രയും സിക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് ബോൺ മാരോ suppression is also there. We don't know the reason why they have it. വേറൊരു ഫൈൻഡിങ് നമ്മൾ കണ്ടത്, സം ഓഫ് ദീസ് ചിൽഡ്രൻ ഹാവ് സം ഓഫ് ദിസ് നോട്ട് വെരി കോമൺ സിവിയർ അൺഎക്സ്പ്ലെയിൻഡ് അസിഡോസിസ്. അഗൈൻ ദാറ്റ് മേ നോട്ട് ബി വെരി മച്ച് അപ്ലിക്കബിൾ ടു ഈ ഒരു നമ്മുടെ ഒരു പെരിഫറൽ ലെവൽ ഹെൽത്ത് സെന്ററിൽ ഉള്ളതല്ല. പക്ഷേ ദ ചൈൽഡ് ഇസ് അഡ്മിറ്റഡ് ഇൻ ICU. അൺഎക്സ്പ്ലെയിൻഡ് സിവിയർ അസിഡോസിസ് അനദർ തിങ്, ലൈക്ക് ഇറ്റ്സ് എ പോയിന്റർ ടുവേർഡ്സ് പോസിബിൾ ഷിഗല്ല ഇൻഫെക്ഷൻ. നോട്ട് വെരി കോമൺ. ആന്റിബയോട്ടിക് ഓഫ് ചോയ്സ് ഇൻ IP patients, ceftriaxone or taxium? Ceftriaxone is what we give. Cefotaxime also likely that is going to be equally useful, but then generally we give ceftriaxone. ജയേഷൻ ഒരു പോയിന്റ്, അതായത് നമ്മുടെ പേഷ്യന്റ് ഈസ് വെരി സിക്ക്, മൾട്ടി ഓർഗൻ ഫെയിലിയർ സിറ്റുവേഷൻ്റെ അകത്ത് when the context when this the third generation Cephalosporins also shows almost a 20-25% resistance, should we err on the side of meropenem with azithromycin in those cases only? യെസ് സർ, വെരി സിക്ക് ചിൽഡ്രൻ. സോ ഈ ഒരു പർട്ടിക്കുലർ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മെറോപ്പനം ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ അത് ഇൻ ദ ICU സിറ്റിംഗ് ഇൻ ദ ടെർഷറി കെയർ ലെവൽ വേർ യു ഹാവ് നോ അതർ ചോയ്സ്, ഒരു പക്ഷേ മെറോപ്പനം ആവാം. പക്ഷെ അത് 25% ഉണ്ടോ എന്നുള്ളത് ആ ഡേറ്റ വായിച്ചത് എന്ന് വെച്ചാൽ ഇപ്പോ 100% ഫ്ലൂറോക്വിനോൺസ് റെസിസ്റ്റന്റ്, മസ്റ്റ് തേർഡ് ജനറേഷൻ സെഫലോസ്പോറിൻസ്, എപിക്സിൻ, സെഫ്ട്രാക്സോണ്ട് 20-25% ആൻഡ് 15% അസിത്രോമൈസിൻ എന്ന് ഞാൻ ഇവിടുന്ന് വായിച്ചു. അപ്പൊ അതിന്റെ ഇവിടെ നമ്മളിപ്പോ കോഴിക്കോട് നോക്കുമ്പോഴത്തേക്ക് ഈ കോഴിക്കോട് ഭാഗത്തുള്ള മിക്കവാറും എല്ലാം സെഫ്ട്രാക്സിൻ സെൻസിറ്റീവ് തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ വടകരയിൽ നിന്ന് കുറച്ച് കേസസ് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടിയെന്ന് പറഞ്ഞു ഇപ്പൊ റീസെന്റ് ഉള്ളത്. അപ്പൊ ഇറ്റ്സ് നോട്ട് വെരി. അനിതയെടുത്തൊന്ന് ചോദിക്കണം, അനിതയുടെ ഞാൻ ഡിസ്കസ് ചെയ്തതാണ് ഇപ്പൊ ബയോളജിയുടെ ഗ്രൂപ്പാ എൻ്റെ അടുത്താണ് ഈ സെൻസിറ്റിവിറ്റി ചോദിക്കണം. എനിക്ക് വേറൊരു ചോദ്യം വരാം. നമുക്കിപ്പോ വൺസ് വി ആർ ഗെറ്റിംഗ് ദ സിഗില്ല സോണി റീപ്ലേസിംഗ് സിഗില്ല ഫ്ലക്സിനറി പീരീഡ്, വി ആർ ഗെറ്റിംഗ് മോർ കേസ് ഓഫ് HUS. വി ആർ നോട്ട് ഗെറ്റിംഗ് dysentery ആണ് കോമണസ്റ്റ്, ആൻഡ് മേ ബി HUS if at all is happening due to E. coli variety rather than fluxionary. But what about the other complications like ഇപ്പോൾ സീറോനെഗറ്റീവ് ആർത്രൈറ്റിസ് വരുന്ന കാര്യമൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ വാട്ട് വി നീഡ് ടു ഫോളോ അപ്പ് ഈസ് വാട്ട് അബൌട്ട് ദ എക്സ്ട്രാ GI കോംപ്ലിക്കേഷൻസ് ഇൻസിഡൻസ് എന്നുള്ള കാര്യം. നമ്പർ കൂടി വരുന്നതിൻ്റെ ഫോളോ അപ്പ്, ക്ലസ്റ്ററൊക്കെ വരുന്നതിൻ്റെ ഫോളോ അപ്പ് വരുമ്പം ജേഷൻ പറഞ്ഞല്ലോ ECG ഫോളോ ചെയ്തപ്പോൾ റിവേർട്ടഡ് ആണെന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് ദി പോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള അല്ലെ ഇതിന് ശേഷം വരുന്ന ആർത്തൈറ്റിസ് പോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇൻസിഡൻസ് കുറവാണോ, അതിന്റെ പാറ്റേൺ ഒക്കെ അങ്ങോട്ട് പോകുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടുള്ളത് കാര്യം.
പിന്നെ പബ്ലിക് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ ഞാനിപ്പോൾ മലപ്പുറത്ത് കാണുന്നത്, ഇവിടെ മെജോറിറ്റി ഓഫ് ദ കിഡ്സ് ആർ ടേക്കിംഗ് ഈ ബോട്ടിൽ ഫീഡ് തന്നെയാണ്. അപ്പോൾ അതൊരു മേജറായിട്ടുള്ള ഇഷ്യൂ ആണ്. എങ്ങനെ അത് അഡ്രസ്സ് ചെയ്യുക എത്രമാത്രമായിട്ട് മാറിയിട്ടില്ല. പിന്നെ ഈ പാമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യുന്ന പാരൻസ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രെസ് ചെയ്യേണ്ടതാണ്. മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ബോട്ടിൽ മാറ്റി എളുപ്പമല്ല. ഹൗ കോമൺ ഈസ് ഇൻറ്റർസെപ്ഷൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. We have not seen interception occurring. Okay, how to differentiate this from ischemic enterocolitis? Ischemic colitis എന്നുള്ളത്, this is not a picture that we see in ischemic colitis. I think ischemic colitis, they have that used to be a problem earlier, some 25-30 years back when ascariasis was ഞാനൊക്കെ ആ സമയത്തായിരുന്നു പിന്നെ എന്റെ ചർച്ചയെ പോയി. ആ സമയത്ത് എത്രയോ കേസ് ഉണ്ടായിരുന്നു, ഇല്ല അതില്ല പ്രാക്ടിക്കലി. ഈ മറ്റേ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റിയുടെ കാര്യം ചോദിച്ചില്ലേ നേരത്തെ? നമുക്ക് വയനാട് ഔട്ട്ബ്രേക്കില് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം സെൻസിറ്റീവ് ആയിട്ടുള്ളത് ആംബിസിലിൻ, 3rd ജനറേഷൻ സെഫലോസ്പോറിൻ, സെഫോടാക്സിൻ, സെഫെക്സിൻ, സെഫ്ട്രിയാക്സോൺ, ഇത്രയും സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു. റെസിസ്റ്റന്റ് ആയിട്ടുള്ള സിപ്രോഫ്ലോക്സിസിൻ, ലിവോഫ്ലോക്സിസിൻ, അസിത്രോമൈസിൻ, ഇത് 3ഉം റെസിസ്റ്റന്റ് ആണെന്നാണ് കിട്ടിയത്. അത് വയനാട് ഔട്ട്ബ്രേക്കില്. ഇപ്പൊ പ്രാക്ടിക്കലി സ്പീക്കിംഗ് സെഫിക്സിം അല്ലെങ്കിൽ സെഫോടാക്സിൻ, സെഫ്ട്രിയാക്സോൺ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അവിടെ ചെറിയൊരു ചോദ്യം ഇന്നലെയും ചോദിച്ചിരുന്നത്, വൈ നോട്ട് യൂസ് ആംബിസിലിൻ എന്നുള്ള കഥ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻസിറ്റിവിറ്റി പാറ്റേൺ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നത് അതിപ്പോൾ തൽക്കാലം നമുക്ക് ആംബിസിലിൻ ആസ് എ ചോയ്സ് വേണ്ട എന്നുള്ളതാണ്. കാരണം വി ഡോണ്ട് നോ വാട്ട് പെർസെൻറ്റേജ് ഈസ് ഡിപ്പെൻഡബിളി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇൻ എ കേസ് ലൈക്ക് വെയർ കോംപ്ലിക്കേഷൻസ് ആർ മച്ച് ഹൈ, മോർട്ടാലിറ്റീസ് ലൈക്ലി വിത്തിൻ എ മാറ്റർ ഓഫ് അവേഴ്സ്, അത്തരമുള്ള കേസിൻ്റെ അകത്ത് യു ആർ നോട്ട് ഷുവർ അബൌട്ട് സെൻസിറ്റിവിറ്റി, ബെറ്റർ നോട്ട് ടു ഗോ ഫോർ ആംബിസിലിൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ജേഷൻ എന്ത് പറയുന്നു? അതാണ് സാർ, ഈ റിസ്ക് നമുക്ക് ഇതിൽ എടുക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം പ്രോഗ്രസ് സോ ഫാസ്റ്റ് സംടൈംസ്. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഓറൽ ആണെങ്കിൽ സെഫിക്സിമും പാരന്റൽ ആണെങ്കിൽ സെഫ്ട്രിയാക്സോൺ എന്നുള്ള ഒരു കൺസെൻസസിൽ തൽക്കാലം എത്താൻ തോന്നുന്നു അല്ലേ, അണ്ടിൽ ഫർദർ ഡേറ്റ കംസ്. ഇതൊക്കെ നമ്മുടെ PHC-യിലൊക്കെ ഉണ്ടോ പ്രവീൺ? അവൈലബിൾ ആണോ ഈ പറഞ്ഞ ആന്റിബയോട്ടിക് ഒക്കെ? ഇപ്പൊ അവൈലബിൾ ആണ്, സെഫിക്സിം ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ ട്രീറ്റ്മെന്റില് ഇമ്മീഡിയറ്റ് മാനേജ്മെന്റിലും PCR മേ നോട്ട് മേക്ക് എ ഡിഫറൻസ്. നമ്മളൊരു പബ്ലിക് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവില് PCR-ന് എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഉണ്ടെന്നുള്ളതും കൂടെ ആലോചിക്കാനുണ്ട്. PCR ഇല്ലെങ്കിലും വി ക്യാൻ ട്രീറ്റ് ദീസ് ചിൽഡ്രൻ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ നമുക്ക് ഔട്ട്ബ്രേക്ക് സിറ്റുവേഷനിൽ എല്ലാ കേസും നമുക്ക് ടെസ്റ്റിന് വിടാനും പറ്റത്തില്ലല്ലോ. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അത് സിംറ്റം വൈസും ക്ലിനിക്കൽ എക്സാമിനേഷൻ വൈസും നമുക്ക് ട്രീറ്റ് ചെയ്യാം. എപ്പിഡമിയോളജിക്കലി ലിങ്ക്ഡ് കേസസും ഒക്കെ വെച്ചിട്ട് ട്രീറ്റ്മെന്റ്. സ്റ്റിറോയിഡിന്റെ യൂസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് സാർ. സ്റ്റാറ്റ് ഡോസ് ഡെക്സോണ ബിഫോർ റെഫറൽ, ബിഫോർ ഡിറ്റോറേഷൻ എന്നുള്ളത്. അതിന് ദർ ഇസ് നോ എവിഡൻസ്. സോ ഇപ്പോഴത്തെ ഇതിൽ ഞാൻ പറഞ്ഞു, നമ്മൾ 3 കേസസ് വേർ വി ട്രൈഡ് giving dexamethasone for 6 children having prolonged deep coma. Those 3 children survived, but severe sequelae. We don't know whether it is due to dexamethasone or not. അപ്പോൾ അതിനൊരു നമുക്കൊരു randomized control trial ഒന്നും ഇല്ല ഇപ്പോൾ. അതുകൊണ്ട് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു ടെൽ. പിന്നെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസ് ഫിൽറ്റേർഡ് വാട്ടർ സേഫ്? നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റ് മെത്തേഡ്സിനെ പറ്റി ഒരു അവയർനെസ് കൊടുക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. നമുക്ക് പ്രധാനമായിട്ടും ക്ലോറിനേഷനും ബോയിലിങ്ങും പിന്നെ ഒക്കെയാണ് ഉള്ളതെങ്കിലും പിന്നെ നമ്മൾ കൂടുതലും ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന വീട്ടിലുള്ള ഈ UV സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എത്രമാത്രം റിലയബിൾ ആണെന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ട്. ഇന്നത്തെ മറ്റേ നമ്മുടെ മിനിസ്റ്ററുടെ മീറ്റിംഗിലെ മിനറൽ വാട്ടർ അതുവരെ ബോട്ടിൽഡ് വാട്ടർ ഉണ്ടല്ലോ, നമ്മൾ സേഫ് ആണെന്ന് പറഞ്ഞ് കുടിക്കുന്ന, അത് ടെസ്റ്റ് ചെയ്യണമെന്ന് ഫുഡ് സേഫ്റ്റിക്കാരോട് പിന്നെ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ RO പ്ലാന്റിലെ വാട്ടറൊക്കെ അതിലും ഒക്കെ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. ഒരു വെള്ളവും സേഫ് അല്ല, തിളപ്പിച്ച് മാത്രം കുടിക്കുക എന്നുള്ളതാണ് ഇപ്പം അൾട്ടിമേറ്റ്
ഞാൻ ഈ ഇതിലാണ് മറ്റേ സൂം മീറ്റിംഗ്. നൗഷാദ് ചോദിച്ചിരിക്കുന്ന കാര്യം എൻസെഫലോപ്പതി ഈസ് ഡ്യൂ ടു സൈറ്റോകിൻ സ്റ്റോം, ആർ വി ജസ്റ്റിഫൈഡ് ഇൻ ഗിവിംഗ് ഡെക്സാമെഥസോൺ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. നമ്മൾ ഇമ്മ്യൂണോ മോഡുലേറ്റർ എന്നുള്ള നിലയിൽ അല്ല ഇത് സ്റ്റിറോയിഡോ ഐ വി ഗാമയോ റിട്ടുക്സിമാബിനോ ഒന്നും റോളില്ല. ബട്ട് ഡെക്സാമെഥസോൺ വി ആർ യൂസിങ് ടു റെഡ്യൂസ് ദ റേസ് ICT, ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ്. അതേപോലെ തന്നെ ഡെക്സാമെഥസോൺ ഈസ് വെരി അൺലൈക്ലി ടു ഹാവ് എ പ്രിവെന്റീവ് വാല്യൂ ബിക്കോസ് ഇറ്റ് ഇസ് പ്രോഗ്രസിങ് മച്ച് ഫാസ്റ്റർ ദാൻ എനി ഓഫ് ദി ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് സാധനങ്ങൾ. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ സ്റ്റിറോയിഡിന് വലിയ റോളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ജയകൃഷ്ണൻ സാറേ, ഒരു ഡൗട്ട്. നമ്മളിപ്പോ ഒരു ഡിസെൻട്രി കേസ് വന്നു, പസൽസ് is seen with blood in stools, RBC in stools, നമുക്കത് ഷിഗല്ല ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ in this circumstance? പ്ലെന്റി ഓഫ് പസൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സീസൺ, ഈ ഒരു സീസണിൽ ഒരുപക്ഷെ ട്രീറ്റ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗിവൺ ദ ചാൻസ് ഓഫ് ദം പ്രോഗ്രസിംഗ് ടു സിവിയർ കോംപ്ലിക്കേഷൻ. ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല, ചൈൽഡ് ഈസ് ആക്റ്റീവ്, only diarrhea, no dehydration. അതൊരു ലെസ് ദാൻ 10 പസൽസ് അല്ലെങ്കിൽ എന്തായാലും വേണ്ട. പക്ഷെ അത് നമുക്ക് റുട്ടീൻലി സ്റ്റൂൾ എക്സാമിനേഷൻ ചെയ്യാന്നുള്ളത് പ്രാക്ടിക്കൽ ആണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബ്ലഡ് ഇൻ സ്റ്റൂൾസ് എന്ന് പറഞ്ഞ് വരുമ്പോൾ ചെയ്യുമ്പോൾ ബ്ലഡ് ഇൻസൂൾസ് അതിന്റെ കൺഫ്യൂഷൻ ഇല്ല. എന്തായാലും ബ്ലഡ് ഇൻസൂൾസ് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ബാസിലർ ഡിസെൻട്രി ആയിട്ട് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ റെക്കമെൻഡേഷൻ ഇപ്പോൾ ഉള്ളത്. നോ ബ്ലഡ് ഇൻസൂൾസ്, ഹൈ ഫീവർ, അങ്ങനെ ആകുമ്പോഴുള്ള പ്രോബ്ലം. ഈ കേസ് റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ എല്ലാ ഡയറിയയ്ക്കും ആന്റിബയോട്ടിക് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് അത്ര സേഫ് അല്ല, കാരണം അത്ര റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഇപ്പോൾ അസിത്രോമൈസിൻ റെസിസ്റ്റൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പോൾ കുറെ ഈവൻ സെഫ്ട്രാക്സിൻ റെസിസ്റ്റൻസ് ഇപ്പോൾ പറഞ്ഞ പോലെ നല്ല കുറെ നമ്പറിലുണ്ട്. അപ്പോൾ ഒരു ബ്ലാങ്കറ്റ് റെക്കമെൻഡേഷൻ ഓഫ് സ്റ്റാർട്ടിങ് ആന്റിബയോട്ടിക്സ് ഫോർ ഓൾ ചിൽഡ്രൻ ഡയറിയ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡേഞ്ചറസ്. ആക്ച്വലി ഷിഗല്ലയ്ക്ക് ഇൻ ഓൾ കേസസ് ആന്റിബയോട്ടിക് ഇസ് നോട്ട് നീഡഡ്. ഈ ഒരു കുറച്ചൊരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട് ഈ ഒരു എൻസെഫലോപ്പതിയിൽ, അതേ ഉള്ളൂ. മൈക്രോസ്കോപ്പി ബാല ചോദിച്ച ചോദ്യം, ബ്ലഡ് ആൻഡ് മ്യൂക്കസ് ഉണ്ടെങ്കിൽ ദർ ഇസ് നോട്ട് ക്വസ്റ്റ്യൻ. അവിടെ മൈക്രോസ്കോപ്പിന്റെ കാര്യം പറയുന്നത് വാട്ടറി ഡയറിയ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന കേസിന്റെ അകത്ത് ടു ഡിസൈഡ് അബൌട്ട് ആന്റിബയോട്ടിക്സ് അവിടെ മൈക്രോസ്കോപ്പി വേണ്ടുള്ളൂ. വെൻ ദർ ഇസ് ബ്ലഡ് ആൻഡ് മ്യൂക്കസ് സിറ്റുവേഷൻ്റെ അകത്താണെങ്കിൽ അവിടെ മൈക്രോസ്കോപ്പി അൺനെസറിലി വേണ്ട കാര്യമില്ല. അപ്പോൾ വെൻ ദർ ഇസ് എ ചാൻസ് ഓഫ് ഡിസെൻട്രി കൺസിഡേർഡ് ഇൻ എ കേസ് ഓഫ് വാട്ടറി സ്റ്റൂൾസ്, അവിടെ മൈക്രോസ്കോപ്പി നോക്കിക്കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഡിസൈഡിങ്. മറ്റ് ആന്റിബയോട്ടിക് ലിവറിൽ യൂസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4.5 lakhs ഓഫ് ഡയറൽ എപ്പിസോഡ്സ് ആർ ഹാപ്പനിങ് ഇൻ കേരള. So we take a policy like this, how much will be the antibiotic overuse വരുന്നത്? Resistance to all the antibiotics are that's going to happen. So ആ പോളിസി എന്തായാലും വേണമെന്നില്ല, ആരും പ്രാക്ടീസ് ചെയ്യണ്ട. ക്ലോറിനേഷൻ ഇപ്പം സൂപ്പർ ക്ലോറിനേഷൻ ഒക്കെ മാഡം മീനാക്ഷി മാഡം ഉണ്ടോ? ജനറലി അങ്ങനെ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടോ മാഡം? ഇപ്പം എല്ലാ സ്ഥലത്തും ഔട്ട്ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട്ബ്രേക്കിന്റെ കോണ്ടെക്സ്റ്റിലൊക്കെ ഹെപ്പറ്റൈറ്റിസ് എ വന്ന് ഒരുപാട് പേര് ഡെത്ത് ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഔട്ട്ബ്രേക്കും പല സ്ഥലങ്ങളിൽ. അപ്പൊ അപ്പോഴൊക്കെ നമ്മൾ സൂപ്പർ, ഇപ്പോഴും ഇനി കുറച്ച് അത് റീത്തൊക്കെ അറിയുള്ളൂ. ഞാനിപ്പോ അതിൽ ഇൻവോൾവ് ചെയ്യാത്തോണ്ടേ, ഞാൻ FW അഡീഷണൽ ഡയറക്ടർ ആണല്ലോ. അപ്പം എന്തൊക്കെ അഡ്വൈസറീസ് ആണ് പോയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. റീത്ത ഉണ്ടെങ്കിൽ റീത്ത പോയി കാണുമായിരിക്കും അല്ലെ. അങ്ങനെ അഡ്വൈസ് എന്തായാലും ഞാൻ പറയുന്നത് ഈ പിന്നെ സൂപ്പർ ക്ലോറിനേഷൻ ആണെങ്കിലും എന്താണെങ്കിലും ആ PPM അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന്റെ അത് എൻഷുർ ചെയ്യാന്നുള്ളതാണ്. ഓർത്തോട്രോളിൻ ടെസ്റ്റ് ഒക്കെ ചെയ്ത് അത് നോക്കണം. കാരണം പ്രത്യേകിച്ച് ഈ സ്കൂൾസിലൊക്കെ മറ്റേ ഔട്ട്ബ്രേക്ക് വന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ അവര് മറ്റേ ഈ ഇത് മറ്റേ നേരത്തെ ഡോക്ടർ റീത്ത പറഞ്ഞല്ലോ, പാരപ്പറ്റ് ഓപ്പൺ വെല്ലിലൊന്നും പാരപ്പറ്റ് ഇല്ല. പാരപ്പറ്റ് മീൻസ് തറയല്ലേ, പ്ലാറ്റ്ഫോം ഒന്നും ഇല്ല. അപ്പം ഡയറക്ട്ലി അതിലേക്ക് അങ്ങ് ഇറങ്ങുവാണ്. പിന്നെ അതിന്റെ മുകളിൽ ഉന്നതിയൊക്കെ ഉണ്ട്, അവിടുത്തെ വെള്ളമൊക്കെ വന്നിട്ട്. അപ്പൊ ആ സ്കൂളിന്റെ കോമ്പൗണ്ട് വാളൊന്നും ഇല്ല, അപ്പൊ ഡയറക്ട്ലി വന്നിങ്ങനെ ഇതിലോട്ട് കയറുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസും ഉണ്ട്. മാഡം അഡ്വൈസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്.
മുന്നേ കൊടുത്തിരുന്നു, അത് ഒന്നുകൂടെ ഇതാക്കിയിട്ട് ഇപ്രാവശ്യം നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. കാരണം വെച്ചാൽ പല സ്ഥലത്തും പല ടെറൈനും പല ഇതുമാണ്. അപ്പൊ അതിന്റെ ഇതിനനുസരിച്ച് നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുമ്പം ഈ ഒരു ചെയ്യുന്നതിന്റെ റെസിഡ്യൂവൽ ക്ലോറിൻ ഇതും കൂടെ നമ്മൾ നോക്കിയിട്ട് അവിടെ ചാർട്ട് ഇടുകയും അതിനനുസരിച്ചിട്ട് നമ്മൾ ഫീൽഡ് സ്റ്റാഫ് പോയി നോക്കുകയും ചെയ്യാന്നുള്ളൊരു അഡ്വൈസറിയിൽ കൂടെ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം വെച്ചാൽ ഇവര് സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് പോയി മോണിറ്റർ ചെയ്യാൻ വേണം. ഓക്കെ മാഡം, താങ്ക് യു. വേറെ ക്വറീസ് ഒന്നും കണ്ടില്ല. വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. അമോക്സിലിൻ ക്ലാവലാനിക് ആസിഡിനെ പറ്റി ചോദിച്ചു, പക്ഷെ അതിനെപ്പറ്റി നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. നമുക്ക് അങ്ങനെ സെൻസിറ്റീവ് എന്നുള്ള റിപ്പോർട്ട് കണ്ടിട്ടില്ല. ജനറലി ഇറ്റ്സ് നോട്ട് എ റെക്കമെൻഡഡ് ഡ്രഗ് പ്രാക്ടിക്കലി എന്ന് തോന്നുന്നു. ലാസ്റ്റ് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാമോ? സാർ, ഈ റീസെന്റ് തലക്കുളത്തൂർ ചൈൽഡ് ഡെത്ത് ഡീഹൈഡ്രേഷൻ കൊണ്ടാണോ ഡെത്ത് ആയത്, അതോ സെറിബ്രൽ എഡീമ കൊണ്ടായിരുന്നോ? അതിന് ഹൈപ്പോട്ടൻസി ഷോക്ക് ഉണ്ടായിരുന്നു. ദാറ്റ് പ്രോഗ്രസ് ടു മൾട്ടി ഓർഗൻ ഫെയിലിയർ ആൻഡ് ഡെത്ത്. സെറിബ്രൽ എഡീമ ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചൈൽഡ് വെന്റ് ഫോർ ഡീപ് കോമ ലൈക്ക് എല്ലാം ഉണ്ട്. ഇതിലെല്ലാവർക്കും എൻസെഫലോപ്പതി ഉണ്ട്. പക്ഷെ അതിന് കൂടെ ഷോക്ക്, മയോകാർഡിയൽ ഡിസ്ഫങ്ഷൻ, ഹൈപ്പോട്ടൻസി ഷോക്ക്, അങ്ങനെ. IV ഫ്ലൂയിഡ് ഓഫ് ചോയ്സ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്? നോർമൽ സെലൈൻ ആണ് ജനറലി ഫോർ റെസിസിറ്റേഷൻ വി യൂസ്. നമ്മൾ പ്രാക്ടിക്കലി കൊടുക്കാൻ പറ്റുന്നത്. റെഗുലാക്കിയിട്ട് ഡയറി പോലെ കൊടുക്കുന്നതൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സിക്ക് ചിൽഡ്രൻ ഹൂ റിക്വയർ ഒരു ഷോക്കിന്റെ മാനേജ്മെന്റിൽ പലപ്പോഴും ഫ്ലൂയിഡ് റെസ്പോൺസീവ് അല്ല. ഐനോട്രോപ്സ് വേണ്ടി വരും, ഏർലി ഐനോട്രോപ്സ്. ഇൻ ഓൾ എല്ലാ കേസസിൽ സ്റ്റൂൾ കൾച്ചർ വിടണോ? അപ്പൊ അത് ബിഫോർ സ്റ്റാർട്ടിങ് ആന്റിബയോട്ടിക് വിടണ്ടേ? അത് അത്ര പ്രാക്ടിക്കൽ അല്ല എപ്പോഴും. ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു ഔട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ യു ഡോണ്ട് ഹാവ് ടു സെൻഡ് സ്റ്റൂൾ കൾച്ചർ ഫോർ ഓൾ ചിൽഡ്രൻ. ഇൻ ചൈൽഡ് വെയർ യു ഡു നോട്ട് യു നോ വെദർ ദിസ് കുഡ് ബി ഷിഗല്ല ഓർ സം അതർ പ്രോബ്ലം, അങ്ങനെ ആകുമ്പോൾ എന്തായാലും വിടണം. പിന്നെ ഒരു അക്കാഡമിക് പർപ്പസിനും വിടാം, അത്രയേ ഉള്ളൂ. റുട്ടീനിൽ വിടണം എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ലാന്ന് തോന്നുന്നു. പക്ഷേ പറ്റുമെങ്കിൽ ആ ഫെസിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമ്മുടെ ഇതുപോലത്തെ ഒരു ഗ്രൂപ്പിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിലെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരുള്ളപ്പോൾ ഇറ്റ് മേ നോട്ട് ബി പ്രാക്ടിക്കൽ. ഇൻ എ സെന്റർ വെയർ യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഡൺ ഏർലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20-30 മിനിറ്റ്സിനുള്ളിൽ പ്ലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഇസ് വെരി എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ഫോർ യു ടു ഗെറ്റ് എ പോസിറ്റീവ് കൾച്ചർ. അതുകൊണ്ട് ബിഫോർ സ്റ്റാർട്ടിങ് ആന്റിബയോട്ടിക് അല്ലേ സാർ? അതോ വൺസ് യു സ്റ്റാർട്ട് ആന്റിബയോട്ടിക് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഒരു പോസിറ്റീവ് കൾച്ചർ പിന്നെയും വളരെ കുറയും എന്തായാലും. കാരണം അത്രയും ഡിഫിക്കൽട്ടാണ് ഷിഗല്ല കൾച്ചറിൽ കിട്ടാൻ എന്നാണ് നമ്മൾ മൈക്രോബയോളജിസ്റ്റ് പറയുന്നത്. എന്നാലും നമുക്ക് ഒരു സെൻസിറ്റിവിറ്റി അറിയാൻ വേണ്ടി പറ്റുന്ന സ്ഥലങ്ങളിൽ എന്തായാലും വിടുക എന്നുള്ളത് തന്നെയല്ലേ? അതന്നെ, പറ്റുമെങ്കിൽ എന്തായാലും വിടാം. ഒരു ക്ലസ്റ്റർ ഷിഗല്ലയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അല്ല. നമ്മൾ കോട്രിമോക്സസോൾ ആന്റിബയോട്ടിക് പണ്ട് എല്ലാ PHCയിലും അവൈലബിൾ ആയിരുന്നു. ഇപ്പൊ ഗവൺമെന്റ് സപ്ലൈ അത് ഇല്ലാത്തതിന്റെ എന്തെങ്കിലും കാരണമുണ്ടോ? അതാരും ഉപയോഗിക്കാതായി, ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് സപ്ലൈ ഇല്ലാതായതെന്നാണ് മനസ്സിലായത്. പുരുഷോത്തമൻ സാറേ പറയൂ. ഒരു വെൻ യു ആർ ഗെറ്റിംഗ് എ കൾച്ചർ, ഒരു ക്ലസ്റ്റർ വരികയാണെങ്കിൽ ആ ക്ലസ്റ്ററിൻ്റെ അകത്ത് നമുക്കൊരു പോസിറ്റീവ് കൾച്ചർ കിട്ടി, കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി അറിയുന്നത് വരെ മാത്രമേ ആ ക്ലസ്റ്ററിൻ്റെ അകത്തുള്ള കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി റോൾ ഉള്ളൂ. സോ വെൻ യു ആർ ഗെറ്റിംഗ് 110 കേസസ് ദർ ഇസ് നോ നീഡ് ഫോർ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ഇൻ ഓൾ കേസസ്. ഒരു പോസിറ്റീവ് കേസ് കിട്ടി, അതിൻ്റെ സസെപ്റ്റിബിലിറ്റിയും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ റെസ്റ്റ് ഓഫ് ദ കേസസ് സെയിം പാറ്റേൺ ആണ്. അപ്പോൾ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് മണി ഫോർ കൾച്ചർ. ബട്ട് ദ PCR ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ആർക്കാണോ ഡയറിയ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടും വെദർ ദർ ഇസ് എ നീഡ് ഫോർ ആൻറ്റിബയോട്ടിക്സും ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് PCR അവൈലബിൾ ആണ് എങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഓവർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ സാർ. സാർ സെപ്ട്രാൻ സാർ ജയകൃഷ്ണൻ സാർ സെൻസിറ്റിവിറ്റി എവിടെ വല്ലതും നോക്കിയിട്ടുണ്ടോ സാർ? സെപ്ട്രാൻ റെസിസ്റ്റൻസ് ആണ് കുറേ കണ്ടിട്ടുള്ളത്. റെസിസ്റ്റൻസ് ആണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. വിൻസെന്റ് സാറെ നമുക്ക് നിർത്താൻ തോന്നുന്നു സാർ. സാർ ആന്റിബയോട്ടിക്സിന്റെ ഡോസ് എങ്ങനെയാണ്? സെഫിക്സിമ ആണെന്നുണ്ടെങ്കിൽ യൂഷ്വൽ ഡോസ് ആണ് 10 mg/kg/day വെച്ചിട്ട്. എത്ര ദിവസത്തേക്കാണ്? 5 days is what I think. I'm not very sure. Duration treatment 5 days. മിനിമം 5 days. സിസ്റ്റമാറ്റിക് ആണെങ്കിൽ മേ ബി യു ക്യാൻ എക്സ്റ്റെൻഡ് അപ് ടു 7 or 10 days കൊടുക്കാം. സാധാരണ ഇതിൽ മിനിമം 5 days എന്നുള്ള രീതിയിൽ. പിന്നെ എത്ര വയസ്സിലാണെങ്കിലോ?
അസിത്രോമൈസിനും നമ്മൾ 5 days കൊടുക്കുന്നതെങ്കിലും എനിക്ക് തോന്നുന്നു പുതിയ റെക്കമെൻഡേഷനിൽ അത് കുറച്ചും കൂടെ ഷോർട്ടർ ഡ്യൂറേഷൻ മതി എന്ന് പറയുന്നത്. 10 milligram per kg. 10 milligram per kg, യെസ്. ലസിത്രോമൈസിൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുതലുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരു ഉപയോഗിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടി വരും അല്ലേ സാർ? അങ്ങനെയല്ലേ? അതാണ് അസിത്രോമൈസിൻ ആയിരുന്നു ഓൺലി ഓപ്ഷൻ ശരിക്കും ഈ ഒരു സെപ്ട്രാക്സ് റെസിസ്റ്റൻസ് കേസസിൽ. പക്ഷെ ഇപ്പൊ കുറെ അസിത്രോമൈസിൻ റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. അപ്പൊ എനിക്കൊന്ന് വൈഡ് സ്പ്രെഡ് യൂസ് ആകുമ്പോഴത്തേക്ക് എന്തായാലും ഇത് എല്ലാം മാഡം ഇപ്പൊ വയനാട് കേസ് പറഞ്ഞതിനകത്ത് അസിത്രോമൈസിൻ റെസിസ്റ്റന്റ് ആയിരുന്നല്ലോ. ക്ലാരത്രോമൈസിൻ സാർ, ക്ലാരത്രോമൈസിൻ സെൻസിറ്റിവിറ്റി കണ്ടിട്ടില്ല. ഇല്ല. അസിത്രോമൈസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നേരത്തെ ഈ പറഞ്ഞ മാതിരി തന്നെ മോക്സിലിന്റെ ക്ലാവലാനിക് ആസിഡിന്റെ കാര്യം ചോദിച്ചിരുന്നല്ലോ. എൻട്രിക് ഫീവർ റെസിസ്റ്റൻസ് ഇൻ 890s ഉള്ള സമയത്ത് ബോംബെയില് ഒരു ഡോംബെ വെല്ലി ഫീവർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അമോക്സിലിൻ ക്ലാവലാനിക് ആസിഡ് സെൻസിറ്റീവ് ആ രീതിയിലൊരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അതാരും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്രാം നെഗറ്റീവിന്റെ അകത്ത് ഡെഫിനറ്റ്ലി അമോക്സിലിൻ ക്ലാവലാനിക് ആസിഡ് ആർ നോട്ട് എ ചോയ്സ്. അതേപോലെ തന്നെ ഈ മാക്രോലൈഡ് ഗ്രൂപ്പ്സ് how it works in a case of gram negative in enderic in ഷിഗല്ല ഒക്കെ എപ്പോഴും ഡൗട്ട് ഉള്ള കാര്യമാണ് പലപ്പോഴും. ബട്ട് ഇറ്റ് വർക്ക്സ്. നമ്മള് കാണുന്നുണ്ട് മറ്റൊന്നിനും റെസ്പോണ്ട് ചെയ്യാത്തത് അസിത്രോമൈസിൻ ഈസ് ഇഫക്റ്റീവ് എന്നുള്ള കാര്യം. ഇവിടെ ചെറിയൊരു ഡോസിന്റെ കാര്യം ഇനി നോക്കേണ്ട കാര്യം, ജേഷൻ എൻട്രിക് ഫീവറിന്റെ അകത്ത് ഡോസ് 20 milligram per kg കുറച്ച് ഹയർ ഡോസ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഷിഗല്ലേന്റെ അകത്തും ഈസ് ദ റെസിസ്റ്റൻസ് വെൻ യു ആർ യൂസിങ് 10 milligram per kg വെദർ ഇൻക്രീസിംഗ് ഡോസ് ടു 20 milligram per kg can overcome ദിസ് റെസിസ്റ്റൻസ് എന്നും കൂടി നെക്സ്റ്റ് വരുന്ന ദിവസങ്ങളിൽ ഒന്ന് നോക്കേണ്ടതുണ്ട്. സെൻസിറ്റിവിറ്റി ഇല്ലാത്ത കേസിന് ഒരു റേസ് ഹൈക്ക് ചെയ്തിട്ട് നോക്കാൻ. ബിക്കോസ് ദർ ഇസ് നോ അതർ ഓൾട്ടർനേറ്റീവ്. തേർഡ് ജനറേഷൻ സെൽഫ്സോറിന് വർക്ക് ചെയ്യുന്നില്ല, അസിത്രോമൈസിന് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എല്ലാ കേസിനും മീറോപ്പനാം കൊടുക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് എ ലിറ്റിൽ ഹയർ ഡോസ് ഫോർ ഈ പറഞ്ഞ മാതിരി അസിത്രോമൈസിൻ ഹാസ് ഹാവിങ് എ വെരി ഹൈ ഒരു ഹാഫ് ലൈഫ്. അപ്പോൾ 3 days മാത്രമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ അവിടെ 3 days ഉള്ള അടുത്ത 5 days എന്നുള്ള കാര്യവും കൂടി മതിയാവുമായിരിക്കും. സെഫിക്സിങ്ങിനെ പോലെയല്ല. സെഫിക്സിങ്ങിനെ നമ്മൾ മിനിമം 5 days മേ ബി ഇൻക്രീസ് എന്ന് പറഞ്ഞു. അസിത്രോമൈസിൻ സാധാരണത്തിൽ 3 days കൊടുത്താലും ശരിയാവുന്ന കാര്യം അവിടെ 5 days എന്ന് പറഞ്ഞാൽ മതിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ സാർ, താങ്ക് യു. വിൻസെന്റ് സാർ. ഓക്കെ, വളരെ മനോഹരമായ ഒരു മാല കോർക്കുന്ന പോലെ പോയിന്റുകൾ ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് എടുത്തിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് സാർ വളരെ നന്നായിട്ടാണ് ആ ഒരു ക്ലാസ് എല്ലാവർക്കും വളരെ ഡൈജസ്റ്റബിൾ ആയിട്ടാണ് എടുത്തത്. മാത്രമല്ല പുരുഷോത്തമൻ സാർ കൂടെ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ട് വളരെ ലൈവ്ലി ഡിസ്കഷൻ ആയിരുന്നു. ഞങ്ങള് പ്രത്യേകിച്ചും നമ്മുടെ മീനാക്ഷി മാഡം ഉണ്ടായിരുന്നു, ഗീത മാഡം ഉണ്ടായിരുന്നു, ശ്രീനു മാഡം, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങളെല്ലാം വളരെ ധന്യരാക്കിയ ഒരു ഡിസ്കഷനാണ് നടന്നത്. ഈ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടി ഡോക്ടർ മെറിൻ ടീച്ചറിനെ ക്ഷണിക്കുകയും ചെയ്തു. വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. KGMO സംസ്ഥാന അക്കാദമിക് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഷിഗല്ലോസിസ് ആൻഡ് അക്യൂട്ട് ബാക്ടീരിയൽ ഡയറിയ ഏർലി റെക്കഗ്നീഷൻ ആൻഡ് റാഷണൽ യൂസ് ഓഫ് ആന്റിബയോട്ടിക് എന്ന ടോപ്പിക് ഇത്ര മനോഹരമാക്കിയിട്ടും തന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത DHS മീനാക്ഷി മാഡത്തിന് ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. ADHSമാരായ ഡോക്ടർ റീത്ത മാഡത്തിനും ഷിനു സാറിനും പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. KGMOയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുനിൽ സാറിന് ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ് ഒത്തിരി പിന്തുണ ഞങ്ങൾക്ക് തരുന്നതിന്. ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ക്ലാസ് തന്ന ജയകൃഷ്ണൻ സാറിന് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. കൂടാതെ സാന്നിധ്യം കൊണ്ട് ഈ ഒരു ടോപ്പിക് വളരെ മുന്നോട്ട് പോകാൻ സഹായിച്ച പുരുഷോത്തമൻ സാറിനും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച അക്കാദമിക് സെല്ലിലെ അംഗങ്ങളായ വിൻസെന്റ് സാറിനും പ്രവീൺ സാറിനും പുരുഷോത്തമൻ സാറിനും അഭിലാഷ് പുത്തമൻ സാറിനും നന്ദി അറിയിക്കുകയാണ്. ഇത്ര വൈകിയ വേളയിൽ പോലും ഇത്രയധികം പ്രസൻസ് തന്ന KGMOയിലെ ഓരോ അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. Thank you so much. Thank you again, മീനാക്ഷി മാഡം, ജയകൃഷ്ണൻ സാർ, പുരുഷോത്തമൻ സാർ, വിൻസെന്റ് സാർ, സുനിൽ സാർ. നമ്മുടെ കപ്പാസിറ്റി എക്സീഡ് ചെയ്ത് 500 പേര് കഴിഞ്ഞ് കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വിളിച്ചു. വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇത് 1000 ആക്കണം കപ്പാസിറ്റി. വിൻസെന്റ് സാറേ. വളരെ തീർച്ചയായിട്ടും വളരെ ആശാവഹമായ മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത്. വിൽ കം അപ്പ് വിത്ത് അഗൈൻ റെലവന്റ് സബ്ജക്ട്സ് ഇൻ നിയർ ഫ്യൂച്ചർ. താങ്ക് യു പ്രവീൺ ഫോർ യുവർ എൻറ്റയർ സപ്പോർട്ട്
for the team and as well as for the KGM academics. Thank you, sir. Thank you all. Good night. Meeting അവസാനിപ്പിക്കുന്നു.